السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ولا تمشي فوق الأرض إلا تواضعا، فكم تحتها قوم هم منك أرفعوا. فإن كنت في عز وحرص ومنعة فكم مات من قوم هم منك أمنعوا. يا رب صل على من حل بالحرمين، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം വർഷം തോറും ഇവിടെ നടത്തിവരാറുള്ള സപ്തദിന പ്രഭാഷണം ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലും നാം
ചെയ്യാറുള്ളത് പോലെ 7 ദിവസവും നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാകാൻ ആവശ്യമായ വഅദ് പറയുകയാണ് ലക്ഷ്യം. ഇത് വഅദ് പറയുന്ന സദസ്സാണ്. അൽഹംദുലില്ലാഹ്, നാം മുമ്പ് 7 വിഷയങ്ങൾ സംസാരിച്ചു. പിന്നെ 2 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വിവരിച്ചു. കഴിഞ്ഞ വർഷം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓരോ ആയത്തുകൾ ഓരോ ദിവസം നാം സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, ആ പ്രസംഗത്തിന്റെ സീഡികൾ ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുകയും അവരെല്ലാം സന്തോഷമറിയിക്കുകയും നമ്മുടെ ഈ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ ദീനിൽ ഉപകരിക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്ന, നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു പരിപാടിയായി ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അല്ലാഹു നമുക്കാക്കി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. നാം കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ സീഡികൾ അൽഹംദുലില്ലാഹ് അത് ഫുള്ളായിട്ട് വാങ്ങിക്കേൾക്കാൻ സാധിക്കാത്തവർക്ക് കൂടി വാങ്ങിക്കേൾക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി കഴിഞ്ഞ കൊല്ലത്തെ വാല്യൂ ഒരൊറ്റ ഒരു CD-യാക്കി MP3 ആക്കി ഇവിടെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കേൾക്കാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തേതും ഒറ്റ CD, അതിൽ 7 ദിവസത്തെ വാല്യൂ ഉൾക്കൊള്ളിച്ചുകൊണ്ട് MP3 ആക്കി ഇറക്കിയിട്ടുണ്ട്. അതിൽ കാണൂല, കേൾക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് MP3യും മറ്റേ CD-യും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. കേൾക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ 8 ദിവസത്തെ വാല്യൂ ഫുള്ളായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു 25 ഉറുപ്പിക കൊടുത്താൽ അവർക്ക് ഒരു CD-യിൽ 8 ദിവസത്തെ വാല്യൂ ഉണ്ടാവും. അതുപോലെ അതിന് മുമ്പത്തെ വർഷത്തെ 7 ദിവസത്തെ വാല്യൂ ഒറ്റ CD-യിൽ നമുക്ക് ലഭിക്കും. അതിനും ഒരു 25 രൂപ കൊടുത്താൽ മതി. 50 ഉറുപ്പിക കൊടുത്താൽ 2 കൊല്ലത്തെ വാല്യൂ തീർത്തും കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലം അല്ലാഹുവിന്റെ നാമങ്ങൾ അല്ലാഹ്, അർ-റഹ്മാൻ, അർ-റഹീം, റബ്ബ്, മാലിക് അല്ലെങ്കിൽ മലിക്, ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളെ സംബന്ധിച്ചും സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ച ഒരുപാട് മഹത്വങ്ങളെ സംബന്ധിച്ചുമാണ് നാം സംസാരിച്ചിരുന്നത്. അതിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ വർഷം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നിന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ നാമമാണ് റഹ്മാൻ. നമ്മൾ മുമ്പ് കാലത്തെ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്ന്, വിശാലമായ റഹ്മത്ത് ചെയ്യുന്നവൻ എന്ന് റഹ്മാൻ എന്ന വാക്ക് വിവരിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ട്. ഏത് വിഷയം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റഹ്മാൻ എന്ന പേര് നാം അതോട് ചേർന്നുകൊണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ പറയാറുണ്ട്. ആ റഹ്മാൻ എന്ന മഹത്തായ നാമം, ആ നാമം അംഗീകരിക്കാനും ആ നാമത്തിന്റെ സാരം ഉൾക്കൊള്ളാനും സാധിക്കാത്തവർ ആയിരുന്നു അവിശ്വാസികൾ.
അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ റഹ്മാൻ എന്ന നാമം വളരെ കൂടുതൽ സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ വിഷയങ്ങൾ അവൻ ഈ ലോകത്ത് ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. തുടക്കം തന്നെ തബാറക്കല്ലദീ നസ്സൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ അലമീന നദീറാ. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിവേചനം നടത്തുന്ന ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ, ഫുർഖാനുൽ അദീം, അത് അവതരിപ്പിച്ച അല്ലാഹു അവൻ അനുഗ്രഹീതനാണ്, അനുഗ്രഹം പൂർണ്ണമായവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പരിശുദ്ധ ഖുർആൻ അവൻ അവതരിപ്പിച്ചത് ആർക്കാണ്? നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ അടിമ അഥവാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലിയകൂന ലിൽ അലമീന നദീറാ, അതവിടുന്ന് സ്വന്തമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ മാത്രം അല്ല, മറിച്ച് ലോകത്ത് എവിടെയെല്ലാം മനുഷ്യരുണ്ടോ, ലോകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവർക്കെല്ലാം താക്കീത് ചെയ്യാനും അറിയിക്കേണ്ട വിഷയങ്ങൾ അറിയിച്ചു കൊടുക്കാനും അല്ലാഹു ജല്ല ജലാലുഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ച റബ്ബ് പൂർണ്ണമായ അനുഗ്രഹമുള്ളവനാണ്, അനുഗ്രഹീതനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു സൂറത്തുൽ ഫുർഖാനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും അധികാരമുള്ളവനാണ് അല്ലാഹു തആല. വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവൻ സന്താനോൽപാദനം നടത്തിയിട്ടില്ല. ദൈവപുത്രനുണ്ടെന്നോ ദൈവപുത്രിമാരുണ്ടെന്നോ ഉള്ള വിശ്വാസം അതാ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അവൻ സന്താനോൽപാദനം നടത്തിയിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അല്ലാഹുവിന് അധികാരത്തിൽ ഒരു പങ്കുകാരനും ഇല്ല. എല്ലാ അധികാരങ്ങളും അല്ലാഹുവിനാണ്. എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആർക്ക് എന്ത് അധികാരങ്ങൾ ഭൗതികമോ അഭൗതികമോ ഉണ്ടെങ്കിലും എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ, സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ. എല്ലാ വിഷയങ്ങൾക്കും വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊടുത്തവനും അല്ലാഹുവാണ്. എല്ലാം കണക്കാക്കിക്കൊടുത്തവനും അല്ലാഹുവാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഫുർഖാൻ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ പലതും എണ്ണി പറഞ്ഞുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാർ അവർ അല്ലാഹുവിന്റെ അടിമകളാണെന്നും ആ അടിമത്വമാണ് അവരുടെ മഹത്വമെന്നും അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കലാണ് മനുഷ്യന്റെ മഹത്വമെന്നും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകന്മാർ വളരെ വിനയപൂർവ്വം ജീവിക്കുന്നവരായിരുന്നു എന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിലെ ഓരോ ആയത്തുകളും ഇപ്പോൾ ഇവിടെ വിവരിക്കാൻ നമുക്ക് ഈ 8-10 ദിവസം മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് മാത്രം പറയുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ആ സൂറത്തുൽ ഫുർഖാനിൽ അതാ അഹങ്കാരികളും സത്യനിഷേധികളും പ്രവാചകന്മാരെ സംബന്ധിച്ച് ചോദിച്ചൊരു ചോദ്യം എടുത്തു പറയുന്നു ഇടയ്ക്ക്. ഫഖാലൂ മാ ലിഹാദർ റസൂലി യഅകുലു ത്വആമ വയംശീ ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ ഔ യുൽഖാ ഇലൈഹി കൻസുൻ വതകൂന ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ
ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ വഖാല الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും അതുപോലെ മനുഷ്യനാണെന്ന നിലയ്ക്ക് മനുഷ്യരുമായി ഇടപെട്ട് ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതെന്തൊരു റസൂലാണ്, എന്തേ ഈ റസൂലിന്റെ കൂടെ ഒരു മലക്കിനെ ഇറക്കി കാണാത്തത്? ആ മലക്കിലേക്ക് മലക്കിനെ ഇറക്കപ്പെടുകയും എന്നിട്ട് ആ മലക്കന്റെ താക്കീത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൂടെ കാണാത്തത്? അതുപോലെ ഈ റസൂലിനെന്തേ വലിയ നിധികളും മറ്റും ഇറക്കി കിട്ടാത്തത്? എന്നിങ്ങനെ തുടങ്ങിയിട്ട് പല ചോദ്യങ്ങളും ഇസ്ലാമിന്റെ വിരോധികൾ അമ്പിയാക്കളുടെ എതിരാളികൾ ചോദിച്ചതും, അതേസമയത്ത് അമ്പിയാക്കൾ അങ്ങാടിയിലൂടെ നടക്കുന്നതിനോ ജനങ്ങളുടെ കൂടെ പെരുമാറുന്നതിനോ അവർക്കങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവമേ ഉണ്ടായിട്ടില്ല. വിനയാന്വിതരായി ജനങ്ങളുടെ കൂടെ ജീവിച്ചവരാണവർ എന്നത് ഒക്കെയും പഠിപ്പിച്ചതിന് ശേഷം മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ സ്വഭാവവും അത് തന്നെയാണെന്ന് അതേ സൂറത്തിൽ തന്നെ പല സ്ഥലത്തും ഓർമ്മിപ്പിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഫുർഖാനിൽ. അത് എണ്ണി പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബിന് സാഷ്ടാംഗം ചെയ്യണമെന്ന് പറയപ്പെട്ടാൽ വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാനി ഖാലൂ വമർ റഹ്മാൻ. റഹ്മാനായ അല്ലാഹുവിനെ സുജൂദ് ചെയ്യണമെന്ന് പറയുമ്പോ എന്താണ് ഈ റഹ്മാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബുമായി അടുപ്പമില്ലാതെ, റബ്ബിനെ അംഗീകരിക്കാതെ, റഹ്മാനായ റബ്ബിന്റെ മഹത്വം അംഗീകരിക്കാത്ത അവിശ്വാസികളെ വിമർശിച്ചുകൊണ്ട് പറയുന്നു, അനസ്ജുദു ലിമാ തഅ്മുറുനാ വസാദഹും നുഫൂറാ. അവരുടെ ചോദ്യം ഈ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കിട്ടുമോ എന്ന ചോദ്യമാണ്. അതെടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ അനുഗ്രഹീതനാണ്, അല്ലാഹു അനുഗ്രഹം പൂർണ്ണമായവനാണ്. അല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജാ, അവൻ അതാ ആകാശങ്ങളിൽ അതേ അവിടെയുള്ള ഗോളങ്ങൾക്ക് മണ്ഡലങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തവനാണ്. വജഅല ഫീഹാ സിറാജൻ, അവൻ മേൽഭാഗത്ത് വളരെ കത്തിജ്വലിക്കുന്ന വിളക്ക് വെച്ചവനാണ്, സൂര്യനെ സൃഷ്ടിച്ചവനാണ്. വഖമറൻ മുനീറാ, അവനാ സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിച്ചുകൊണ്ട് ലോകത്ത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണവൻ. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. രാവിലെയും പകലിനെയും ഒന്നിന്റെ പിന്നിലായി മാറി മാറി വരുന്ന വിധത്തിൽ അതാ സൃഷ്ടിച്ചു തന്നവനാണവൻ. അതേ, പക്ഷേ ഇതെല്ലാം കേൾക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നവരും അല്ലാഹുവിനെ നന്ദി ചെയ്ത് ജീവിക്കണമെന്നുദ്ദേശിക്കുന്നവരുമായ ജനങ്ങൾക്കാണ് ഫലം ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു ജല്ല ജലാലുഹു ഇങ്ങനെയുള്ള കക്ഷികൾ ചിന്തിക്കുന്നവരാരാണ്? ഖുർആന് കൊണ്ട് ഫലം ലഭിക്കുന്നവരാരാണ്? സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും എല്ലാം ചലനങ്ങളെ സംബന്ധിച്ചും അതിന്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നവരാരാണ്? അതിൽ നിന്ന് പാഠം പഠിക്കുന്നവരാരാണ്? അതുപോലെ അതാ ഭൂമിയിൽ ആ റബ്ബ് ഇതെല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവിന്റെ അടിമയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവരാരാണ്? റഹ്മാനായ റബ്ബിന്റെ അടിമകൾ. അവരാരാണെന്നത് വിശദീകരിച്ചുകൊണ്ട് 9 സവിശേഷതകൾ അല്ലാഹു സജ്ജനങ്ങൾക്ക് പറയുകയാണ്. റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് 9 സവിശേഷതകൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അല്ലാഹു എണ്ണിപ്പറയുകയാണ്.
ഈ 9 സവിശേഷതകളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ 7 ദിവസത്തെ വിഷയമെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതാണ് അല്ലാഹു പറയുന്നത്. അതേ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഇന്ന് ഈ ആയത്താണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം സംസാരിക്കുന്നത്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ മുതൽക്ക് സംസാരിക്കും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. വിനയം വിജയത്തിന്, മലയാളത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ പേര് അങ്ങനെയാണ്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവന്റെ അടിമകൾ എന്ന് അവൻ വിശേഷിപ്പിക്കുന്ന, അവൻ സ്നേഹത്തിന്റെ പേരിൽ അടിമകൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിന്റെ സവിശേഷതകൾ എണ്ണി എണ്ണി പറയുകയാണ്. ഏകദേശം ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് പുളിക്കൂൽ പള്ളിയിൽ ഒരു 10 ദിവസം ഞാൻ വഅദ് പറഞ്ഞിരുന്നു. ഈ സദസ്സിലുള്ള പലരും ചെറുപ്പക്കാർ അന്ന് ജനിച്ചിട്ടുണ്ടാവുകയില്ല. ആ 10 ദിവസം പറഞ്ഞ വഅദും ഈ 9 സവിശേഷതകൾ ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പുതിയ തലമുറക്കും കൂടി കേൾക്കാൻ വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ സവിശേഷതകൾ എണ്ണി എണ്ണി പറയുകയാണ്. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ അവർ യംശൂന അലൽ അർളി ഹൗനാ, അവർ വിനയാന്വിതരായി ഭൂമുഖത്ത് നടക്കുന്നവരാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവർ അവരോട് ചോദിച്ചാൽ ആ സമയത്ത് ഖാലൂ സലാമാ, അവർ സമാധാനപരമായി സമാധാനം മറുപടിയായി പറയുന്നവരാണ്. അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന മറുപടികൾ പറയാൻ സമാധാനം മറുപടിയായി കൊടുക്കുന്നവരാണ് അവർ എന്ന് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമുക്ക് ഖുർആനിന്റെ അവതരണത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലാഹു അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് രാത്രിയെ സംബന്ധിച്ചും പകലിനെ സംബന്ധിച്ചുമാണ്. ഒന്ന് ഇരുട്ടാണ്, ഒന്ന് വെളിച്ചമാണ്. ഈ 2 സന്ദർഭങ്ങൾ മാറി മാറി വരുന്നു എന്നാണ് അല്ലാഹു ആദ്യത്തിൽ പറഞ്ഞത്. ഇവിടെ ഇന്ന് നാം സംസാരിക്കുന്ന വിഷയത്തിൽ പകൽ ആണല്ലോ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, അതിന്റെ ഉപാധി തേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഈ പകലത്തെ ജീവിതത്തിൽ അഥവാ പുറത്തിറങ്ങി നടക്കുന്ന ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്തായിരിക്കും? അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവം എന്തായിരിക്കും? അതാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് രാത്രിയിൽ അവന്റെ സ്വഭാവം എന്തായിരിക്കും എന്നതാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ അതിലേക്ക് കടന്ന് സംസാരിക്കും. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടാൽ അവൻ പുറത്തിറങ്ങി ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന സമയം അത് സൃഷ്ടികളുമായി ഇടപഴകുന്ന സമയമാണ്. സൃഷ്ടികളുമായി ഇടപഴകുന്ന സമയത്ത് അവന്റെ സ്വഭാവം എന്താ? സൃഷ്ടാവുമായി ഇടപഴകുന്ന സമയത്ത് അവന്റെ സ്വഭാവം എന്താ? ഇങ്ങനെ 2 മേഖലയിലും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ സവിശേഷതകൾ എന്താണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ എന്നാണ് ആദ്യം തന്നെ അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അവൻ അഹങ്കാരം മനസ്സിൽ ഇല്ലാത്തവനായിരിക്കും എന്ന് മനസ്സിലായി. കാരണം അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ഇല്ലാത്തവനാണല്ലോ അടിമ.
അപ്പൊ ഉടമസ്ഥനാണല്ലോ റഹ്മാനായ അള്ളാഹു. ആ അള്ളാഹു ആണെങ്കിലോ അവന്റെ വിശാലമായ ഉടമസ്ഥതയിലും അധികാരത്തിലും അവന്റെ അടിമകൾ അവർ ഏത് വിശ്വാസക്കാരായാലും കർമ്മക്കാരായാലും എല്ലാവർക്കും വിശാലമായി ഭൗതികമായ ലോകത്ത് കൊടുക്കുന്ന രാജാവാണ് അല്ലാഹു തആല. ആ റഹ്മാനായ റബ്ബിന്റെ കൊടുതി കണ്ട് ഞാൻ എന്റെ യോഗ്യത കൊണ്ട് എനിക്ക് ലഭിക്കുകയാണ് എന്ന ധാരണ അടിമത്വം സ്വീകരിച്ച ഒരു മനുഷ്യന് ഉണ്ടാവുകയില്ല. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ. അടിമയാകുമ്പോൾ പിന്നെ അവിടെ അഹങ്കാരം മനസ്സിലുണ്ടാവില്ല. അടിമത്വം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാവുകയില്ല. കാരണം എനിക്ക് സ്വന്തമായി ഒരധികാരവും ഇല്ല, സ്വന്തമായി എനിക്ക് ഒന്നുമില്ല, എന്റേതാണെന്ന് ഞാൻ ധരിക്കുന്നതൊന്നും എന്റേതല്ല. ഏത് ലോകത്തിന്റെ ഭരണാധികാരിയാണെങ്കിലും അവനവന് തലവേദന വരുമ്പോൾ അവന്റെ തലയിലെ വേദന തടുക്കാൻ ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും ഒരു രാജാവിനും ഒരു വ്യക്തിക്കും സാധിക്കുന്നില്ല. കാരണം സ്വന്തം തലയിൽ ഭരണമില്ല. എത്ര വലിയ മീശകൾ തിരിച്ചുവെച്ച് ശുചായിയായി നടന്നവനാണെങ്കിലും ആ മീശയിലെ രോമം, കറുത്ത രോമം വെളുത്തു പോകുമ്പോൾ അതിന്റെ കളറിൽ കറുത്ത നിലക്ക് തന്നെ നിർത്താൻ ഒരു ശുചായിക്കും സാധിക്കുന്നില്ല. സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ പോലും അധികാരമില്ലാത്ത അടിമയാണ് മനുഷ്യൻ. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത അടിമയാണ് മനുഷ്യൻ. ഈ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത അടിമയാണ് മനുഷ്യൻ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഓർമ്മയിൽ തന്നെ വരാൻ, ഓർമ്മിക്കാൻ പോലും കഴിയാത്ത അടിമയാണ് മനുഷ്യൻ. ഉണർവോടുകൂടെ ഇരിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉറക്കം വന്ന് അധീനപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. ഒരു ചെറിയ ഉള്ളി കൊണ്ടുവന്ന് അതാ കണ്ണിന്റെ മുൻഭാഗം വെച്ച് ഉള്ളിയുടെ തോടുരിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നവനാണ് മനുഷ്യൻ. ഒരൽപ്പം മഞ്ഞുകൊണ്ടാൽ മൂക്കിൽ നിന്ന് ജലദോഷം പിടിച്ച് മ്ലേച്ഛമായ വെള്ളം ഒലിക്കുന്നവനാണ് മനുഷ്യൻ. ശരീരത്തിൽ ഒരു വലിയ നജസിന്റെ ടാങ്കിയും പേറി നടക്കുന്നവനാണ് മനുഷ്യൻ. ആകയാൽ അധികാരം അല്ലാഹുവിന്റെ മാത്രമാണ്. ആ അല്ലാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ, ഞാൻ എന്റെ രാജാവിന്റെ അടിമയാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയവനാണെന്ന ചിന്ത, അഹങ്കാരത്തിന്റെ ചിന്ത, ഞാൻ യോഗ്യനാണെന്ന ചിന്ത, ഞാൻ കൊള്ളുന്നവനാണെന്ന ചിന്ത നമ്മുടെ ഖൽബിൽ കടക്കാൻ പിന്നെ വകുപ്പില്ല. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് ഒരു മനുഷ്യനും അഹങ്കാരിയാകാൻ പാടില്ല. അതിനാൽ ഇസ്ലാമിന്റെ നിർദ്ദേശം, ഏത് മനുഷ്യനും പ്രസവിക്കപ്പെട്ടാൽ ആദ്യമായി ആ കുട്ടിയുടെ ചുവട്ടിൽ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, വലിയവൻ അല്ലാഹുവാണ്, മറ്റാരും വലിയവരല്ല. ഈ ആശയം ആദ്യം തന്നെ വലത്തെ ചുവട്ടിൽ കേൾപ്പിക്കണം, ബാങ്ക് കേൾപ്പിക്കണം. അത് 6 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ബാങ്ക് വിളിക്കുമ്പോൾ. പിന്നീട് ഇടത്തെ ചവിട്ടിൽ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് അത് ആവർത്തിച്ച് കേൾപ്പിക്കണം. പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ധാരണ, ഏത് സമയത്തും നിലനിൽക്കേണ്ട ധാരണ, ഞാൻ വലിയവനല്ല, വലിയവൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഈ അടിമത്വത്തെക്കുറിച്ചുള്ള ചിന്ത, അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്ത, അതാണ് ഏത് കുട്ടിയുടെയും അതേ ഹൃദയത്തിൽ ആദ്യം തന്നെ വന്നിട്ട് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആദ്യം കേൾക്കേണ്ടതും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്ന വാചകമാണ്. ഇവിടെ വയലിൽ വന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാനൊരു മസല പറയുകയാണ്. എന്റെ ഉമ്മമാരെ, സാധാരണ നിലക്ക് പള്ളിയിൽ വെച്ച് ഓരോ ദിവസവും 5 നേരം ഉറക്കെ ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ട്. അതും മനുഷ്യന്റെ ഹൃദയത്തിൽ ഓരോ സമയത്തും അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, നീ വലിയവനല്ല, ഞാൻ വലിയവനല്ല. ഈ ആശയം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ അടിക്കടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്
പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാനിയും മെമ്പറും ഖാദിയാരും അതുപോലെ പള്ളിയുടെ ഖതീബും പള്ളിയിലെ മുദരിസും പള്ളിയുടെ ഭാരവാഹിയും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവരും പള്ളിയിൽ വരുന്നവരും പള്ളിക്ക് പുറത്തുള്ളവരും ആരും വലിയവരല്ല. വലിയവൻ അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ. ആവർത്തിച്ച് പള്ളിയിൽ വെച്ച് കേൾപ്പിക്കപ്പെടുന്നതിന്റെ പുറമെ നിങ്ങൾക്കറിയാം നിസ്കാരത്തിലും ആവർത്തിച്ച് പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓ മനുഷ്യാനി, അല്ലാഹുവിന്റെ മുമ്പിൽ സംഭാഷണത്തിന് വേണ്ടി പോയി നിന്നിട്ട് നീ ഒരു വലിയവനാണെന്ന ചിന്തയിൽ, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന ചിന്തയിൽ, ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്ന ചിന്തയിൽ നിന്റെ നിസ്കാരം ഇവിടെ അല്ലാഹുവിന് ആവശ്യമില്ല. നിന്റെയും എന്റെയും ഒരു ഇബാദത്തും അല്ലാഹുവിന് ആവശ്യമില്ല. നീ നിൽക്കുന്നത് ആരാ മുന്നിലാണെന്ന് നീ ഓർക്കണം. ആദ്യം തന്നെ അല്ലാഹു അക്ബർ. അതാ ഏറ്റവും മഹാനായ വലിയവനായ അല്ലാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അതേ സമയത്ത് മറ്റുള്ളതെല്ലാം അവന്റെ സൃഷ്ടികളായതിനാൽ ഈ താഴ്ന്ന സൃഷ്ടികളെ എന്റെ മനസ്സിൽ പൂജിച്ച് എന്റെ മനസ്സിൽ ദുന്യാവിന്റെ ചിന്തകൾ കടന്നു പോകാതെ ഞാൻ എന്റെ റബ്ബുമായുള്ള സംഭാഷണത്തിലാണ്, വലിയവനോടുള്ള സംഭാഷണത്തിലാണ്. അവനൊരു ലോകത്തുള്ള ഭൗതികമായ വലിയവരെ പോലെയല്ല. സുബ്ഹാനല്ലാഹ്, എന്റെ മനസ്സിലുള്ളതറിയുന്നവനാണ്, എന്റെ രഹസ്യങ്ങൾ അറിയുന്നവനാണ്, എന്റെ പരസ്യങ്ങൾ അറിയുന്നവനാണ്. ആ റബ്ബിന്റെ മുന്നിലാണ് എന്റെ നൃത്തം. അതുകൊണ്ട് എന്റെ മനസ്സവനിൽ നിന്ന് തിരിഞ്ഞുകൂടാ. അവനിൽ തന്നെ എന്റെ മനസ്സ് പതിഞ്ഞു നിൽക്കേണ്ടതുണ്ട്, ലയിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ ചിന്തയിൽ നിസ്കാരം തീരുന്നത് വരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹോദരന്മാരെ, ആ നിസ്കാരത്തിലും അല്ലാഹു അക്ബർ തന്നെയാണല്ലോ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ വെച്ച് കൊടുക്കപ്പെടുന്ന ബാങ്ക്, പള്ളികളിൽ വെച്ച് കൊടുക്കപ്പെടുന്ന ബാങ്ക് അത് പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ്. സ്ത്രീകളാ ബാങ്ക് ഉറക്കെ വിളിച്ചാൽ പാടില്ലെന്നാണ്, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം സ്ത്രീകൾക്ക് ആ ബാങ്ക് കൽപ്പിക്കപ്പെട്ട വിളിക്കുന്നവനെ നോക്കൽ സുഖാണ്. ബാങ്ക് വിളിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കലും സുന്നത്താണ്. വിളിക്കുമ്പോൾ അച്ചടക്കത്തോടെ നിന്ന് ബാങ്കിന്റെ വചനം നമ്മളും അതാ പകൽ സുന്നത്താണ്. അവിടെ ഹയ്യാല സ്വലാഹ് എന്ന വാചകം കേൾക്കുമ്പോൾ നമ്മുടെ താഴ്മയുടെ വാചകം, നമ്മുടെ വിനയത്തിന്റെ വാചകം, നമ്മുടെ അടിമത്വം പ്രകടിപ്പിക്കുന്ന വാചകം പറയണം. കാരണം നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഞാൻ വരുമെന്ന് പറയാനുള്ള അഹംഭാവം എനിക്കില്ല, അഹങ്കാരം എനിക്കില്ല, കഴിവെനിക്കില്ല, സത്യമില്ല. കഴിവും സത്യമുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നീ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ നിന്റെ വീട്ടിൽ വെച്ച് വിളിച്ച് ആ വിളിക്ക് ഉത്തരം ചെയ്തു വരാൻ എനിക്ക് സാധ്യമല്ല. നീ എനിക്ക് കഴിവ് തന്നാലല്ലാതെ ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. എല്ലാം നിന്റെ അധികാരത്തിലാണ്. ഞാൻ സർവസ്വവും നിന്നിൽ അർപ്പിക്കുന്നവനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരന്മാരെ, ഇതുപോലെ മറ്റ് വാചകങ്ങൾ, ഈ വാചകം ഒഴിച്ച് ബാക്കിയുള്ള വാചകങ്ങൾ നമ്മളും പറയണമെന്നാണ്. അതിന്റെ പുറമെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കേൾക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞല്ലോ, ബാങ്ക് വിളിക്കുന്നവനെ നോക്കലും സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടിനും അനുയോജ്യമല്ലാത്ത വിഭാഗമാണ് സഹോദരിമാർ. അതുകൊണ്ട് സ്ത്രീകൾക്ക് പരസ്യമായുള്ള ജമാഅത്തിന്റെ ബാങ്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അവരത് കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം. കാരണം ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്ന ശബ്ദമോ അല്ലെങ്കിൽ അതാ രസത്തോടെ കേൾക്കാൻ പറ്റുന്ന ശബ്ദമോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതോ അല്ലല്ലോ അവരുടെ ശരീരം. അതിനാൽ അതവർക്ക് സുന്നത്തില്ലെന്ന് മാത്രമല്ല പാടില്ലെന്ന് നിർദ്ദേശിച്ച മതം. അതാ സഹോദരിമാരെ, നമ്മളെ നിർദ്ദേശിക്കുന്നു, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചെവിട്ടിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് പുരുഷനാകണമെന്നില്ല. സ്ത്രീകൾക്കും ആ ബാങ്ക് വിളിക്കാം. അത് അത്യുച്ചത്തിൽ കൊടുക്കുന്ന ബാങ്കല്ല, അന്യപുരുഷന്മാര് കേട്ട് രസിക്കുന്ന ബാങ്കല്ല. അതുകൊണ്ട് തന്നെ ആ ബാങ്ക് നിങ്ങൾ ആ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ വലത്തേ ചെവിട്ടിൽ ബാങ്കും ഇടത്തേ ചെവിട്ടിൽ ഇഖാമത്തും കേൾപ്പിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ആ കുട്ടി വിനയാന്വിതനായി അഹങ്കാരമില്ലാത്തവനായി
ഈ ലോകത്ത് വളർന്നു വലുതാകണമെന്നതുകൊണ്ട് തന്നെ ആദ്യം കൽപ്പിക്കുന്ന ദിക്ർ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അത് കേട്ട് വളർന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഞാനൊരു വലിയവനാണെന്ന ചിന്ത, ഞാൻ കൊള്ളുന്ന വ്യക്തിയാണെന്ന ചിന്ത, ആ ഒരു ചിന്ത ഉണ്ടാകുന്നതിന് പകരം ഞാനൊരു പരിപൂർണ അടിമയാണെന്ന ചിന്ത, റഹ്മാനായ റബ്ബിന്റെ പരിപൂർണ അടിമയാണെന്ന ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകണം, ഉണ്ടാകും. അതാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ. അവർ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കുന്നവരാണ്, അവരടിമത്വം വിശ്വസിച്ചവരാണ്. അങ്ങനെ അല്ലാഹുവിന്റെ അടിമകൾ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അവസാനം പറയുന്നുണ്ട്. അതേ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മുഴുവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ആ അടിമകൾക്ക് അല്ലാഹുവിങ്കൽ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗമുണ്ട്. അവർക്ക് ഗംഭീരമായ സ്വീകരണം നൽകപ്പെടുന്നുണ്ട്. ആ സ്വീകരണവും സ്വർഗവും നൽകപ്പെടുന്ന റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകളുണ്ടോ, റഹ്മാനായ റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകൾ. ആ അടിമകൾക്കുള്ള സവിശേഷതകൾ പരിശുദ്ധ ഖുർആൻ ഞാനും നിങ്ങളുമൊക്കെ അത് കേട്ടുപഠിക്കാനും കണ്ടുപഠിക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി നമുക്ക് വിവരിച്ചു തരികയാണ്. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവർ ഈ ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുന്നവരാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ, ആ അടിമകളുടെ സവിശേഷത അല്ലാഹു പറയുന്നത് എന്താണ്? വിനയാന്വിതരായി ഭൂമുഖത്ത് നടക്കുന്നവർ. ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഭൂമിയിൽ ഒരു മനുഷ്യൻ മാത്രമല്ല, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ മാത്രമല്ല, ധാരാളം കക്ഷികളുണ്ടിവിടെ, ധാരാളം ജനങ്ങളുണ്ടിവിടെ, ധാരാളം തറവാട്ടുകാരുണ്ടിവിടെ, ഭാഷക്കാരുണ്ടിവിടെ, മതക്കാരുണ്ടിവിടെ, പ്രസ്ഥാനക്കാരുണ്ടിവിടെ, ധാരാളം വ്യത്യസ്ത കളറുള്ളവരുണ്ടിവിടെ. അങ്ങനെ വ്യത്യസ്തമായി ജനങ്ങൾ പല തട്ടുകളിലാണ്. ആ തട്ടുകളിലുള്ള ജനങ്ങളുടെ കൂടെ ഇടപഴകി ജീവിക്കുമ്പോൾ വിനയാന്വിതരായി നടക്കുമെന്ന് പറഞ്ഞാൽ അവൻ മുഖേന ലോകത്ത് മറ്റാർക്കും ശല്യമുണ്ടാകാതെ, ആരുടെ മുന്നിലും അഹങ്കരിക്കാതെ, ആരുടെ മുന്നിലും അതാ ഞാനൊരു വലിയവനെന്ന ചിന്തയില്ലാതെ, ആർക്കും ശല്യം ചെയ്യാതെ താഴ്മയോടെ നടന്നു പോകുന്നവൻ, അതാണ് ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. രണ്ടാമത് അല്ലാഹു പറയുന്നതോ വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം ബുദ്ധിയുള്ളവരാകണമെന്നില്ല, ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം വിവരമുള്ളവരാകണമെന്നില്ല, ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം ആത്മീയമായ ശക്തിയുള്ളവരാകണമെന്നില്ല, ചിന്താശക്തിയുള്ളവരാകണമെന്നില്ല. ഭൂമിയിൽ ധാരാളം ആളുകൾ വിവരമില്ലാത്തവരുണ്ടാകും. വിവരമുണ്ടെങ്കിൽ തന്നെ അറിയാതെയോ ദുർബല നിമിഷങ്ങളിലോ ചിന്തിക്കാത്ത സന്ദർഭങ്ങളിലോ വിവരക്കേട് ചെയ്തു പോകുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ ആരിൽ നിന്ന് എന്ത് വിവരക്കേട് സംഭവിച്ചാലും, ആരിൽ നിന്ന് എന്ത് വിവരക്കേട് അവർ പ്രവർത്തിച്ചാലും, ഇങ്ങോട്ട് എന്ത് ശല്യം ചെയ്താലും അങ്ങോട്ട് പകരം ചെയ്യണമെന്ന മനസ്സില്ലാതെ അങ്ങോട്ട് സമാധാനത്തിന്റെ വക്താവായി ജീവിക്കുന്നവൻ, അതാണ് വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവരവരോട് സംസാരിച്ചാൽ ഖാലൂ സലാമാ, അവര് സമാധാനം മറുപടി പറയും, അവര് സലാം പറയും. എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് തിരിഞ്ഞു പോകും. പകരം പറയാനോ, പകരം ചോദിക്കാനോ, പകരം ചെയ്യാനോ
അവർ തയ്യാറാകുന്നില്ല. അതാണ് ഖാലൂ സലാമാ. ഇതാണ് സഹോദരന്മാരെ ആരിഫീകൾ നമുക്ക് ജീവിതത്തിലെ സ്വഭാവം പഠിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളും സാലിഹീങ്ങളും ആരിഫീകളുമായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ കുഫ്റുൻ ലിജഹ്ലിൽ ഖൗമി മന്നുക തജ്ഹലാ ഫതകൂന മിൻ സയ്യിദിൽ ഉനാസി ഈസാ വലിസയ്യിദി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. 4 കാര്യം ജീവിതത്തിലുണ്ടായാൽ ഭൗതിക ലോകത്ത് സമാധാനമാണ്, രക്ഷയാണ്. ദുനിയാവിന്റെ കേടുപാടുകളിൽ നിനക്കും സമാധാനമാണ്, നിനക്കും രക്ഷയാണ്. 4 കാര്യം എന്താണത്? ആളുകളുടെ വിവരക്കേട് നീ മാപ്പ് കൊടുക്കുന്നവനാവുക, അത് നീ പൊറുക്കുന്നവനാവുക, അതിന് പകരം ചെയ്യണമെന്ന മനസ്സ് നിനക്കില്ലാതിരിക്കുക. മന്നുക തജ്ഹല, നീ അങ്ങോട്ട് വിവരക്കേട് ചെയ്യാത്തവനാവുക. ഇതൊരു മനുഷ്യന്റെ വിനയമുള്ള മനുഷ്യന്റെ അല്ലാഹുവിന്റെ അടിമത്വം സ്വീകരിച്ച മനുഷ്യന്റെ സ്വഭാവമാണ്. കാരണം ഈ അടിമത്വം സ്വീകരിച്ച മനുഷ്യൻ ഉറപ്പാണ് കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, തടയുന്നവൻ അല്ലാഹു മാത്രമാണ്. എനിക്ക് അല്ലാഹു തആല തരാൻ തീരുമാനിച്ചൊരു വിഷയവും മറ്റൊരാൾ എന്ത് ചെയ്താലും അതിവിടെ നഷ്ടപ്പെട്ടു പോവുകയില്ല. എനിക്ക് അല്ലാഹു തആല തരാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യവും ആര് എത്ര തന്നെ ഞാനുമായി അടുത്താലും അകന്നാലും ഇവിടെ അല്ലാഹുവിന്റെ തീരുമാനം മറികടക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമയായി ജീവിക്കുമ്പോ ആളുകളോട് അങ്ങോട്ട് വിവരക്കേട് ചെയ്യാതെ, ആർക്കും ശല്യം ചെയ്യാതെ, പടച്ചവന്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികൾ ഏത് മതക്കാരാണെങ്കിലും അവന്റെ മതം നോക്കിയിട്ടല്ല, ഇസം നോക്കിയിട്ടല്ല, അവന്റെ പ്രസ്ഥാനം നോക്കിയിട്ടല്ല, അവന്റെ പാർട്ടി നോക്കിയിട്ടല്ല, ഏത് മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന് ശല്യം ചെയ്യാതെ ജീവിക്കും ഞാൻ. ആ ഒരു തീരുമാനമാണ് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. സഹോദരന്മാരെ, ഈ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിന്നെ വർഗീയതയുണ്ടോ? ഈ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിന്നെ ഭീകരതയുണ്ടോ? ഈ ചിന്ത ഉണ്ടാകുമ്പോൾ പിന്നെ തീവ്രവാദമുണ്ടോ? ഈ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിന്നെ സമാധാനത്തിന്റെ അന്തരീക്ഷമല്ലാതെ ഇവിടെ വരാനുണ്ടോ? അതാണ് ഇഷ്ടദാസന്മാരായ അടിമകൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. ആർക്കും ശല്യം ചെയ്യാനില്ല. മറ്റാരെങ്കിലും ശല്യം ചെയ്താലോ അതിന് മാപ്പ് കൊടുക്കുന്ന സ്വഭാവമല്ലാതെ പകരം ചെയ്യണമെന്ന ചിന്തയും അവരെ ഖൽബിലില്ല. അതല്ലേ സഹോദരന്മാരെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പാടി, വല്ലതംസി ഫൗഖൽ അർളിൽ തവാലുആ ഫകം തഹ്തഹാ ഖൗമുൻ ഹും മിൻകാർ ഫഊം ഫഇൻ കുൻത ഫീ ഇസ്ദിൻ വഹിർദിൻ വമല്ലതി ഫകം ആത മിൻ ഖൗമിൻ ഹും മിൻകാർ മോനെ, നീ ഭൂമിയിലൂടെ നടക്കുമ്പോ അഹങ്കാരിയായി നടന്നു പോകണ്ട, താഴ്മയോടെ വിനയത്തോടെ നീ നടന്നു പോയിക്കോളൂ. നിനക്കറിയില്ലേ ആ ഭൂമിയുടെ ഉള്ളിൽ എത്ര വലിയ ഉന്നതന്മാര് കിടക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? നീ നടന്നു പോകുന്ന ആ ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന എത്ര രാജാക്കന്മാരുണ്ട്, എത്ര വലിയ ധനികന്മാരുണ്ട്, എത്ര ഗജപോക്കിരിമാരുണ്ട്, എത്ര വലിയവരാണെന്ന് ചിന്തിച്ചവരുണ്ട്. ആ ഭൂമിയുടെ ഉള്ളിൽ എത്രയെത്ര ആളുകൾ കിടക്കുന്നുണ്ട്. അതിന്റെ മേലെ കൂടെ നീ നടന്നു പോകുമ്പോ നീ ഒരിക്കലും തന്നെ ഞാനൊരു വലിയവനാണെന്ന ചിന്തയിൽ നടന്നു പോകണ്ട. നീ ഇപ്പോൾ വലിയ സ്ഥാനവും മാനവും ഒക്കെ നിനക്കുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ എത്രയെത്ര വലിയ വലിയ ആളുകൾ, എന്തും തടുക്കാൻ കഴിയുന്നവർ മരിച്ചുപോയിട്ടുണ്ടെന്ന ചിന്ത നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം കേട്ടോ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജദിനൽ കറമ ഫിത്തുഖാ,
അല്ലാഹുവിനെ ഭക്തിയിൽ ജീവിക്കുന്നതിലാണ് നാം മഹത്വം കാണുന്നത്. വൽ ഗിനാ ഫിൽ യഖീൻ, കൊടുക്കുന്നവർ അല്ലാഹയാണെന്നും അല്ലാഹു എല്ലാം അറിയുന്നുവെന്നും അവരിലുള്ള ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പിലാണ് എപ്പോഴും മനസ്സമാധാനവും ഐശ്വര്യവും കാണുന്നത്. എത്രത്തോളം താഴ്മ കാണിച്ച് ജീവിക്കുന്നുണ്ടോ അവിടെയാണ് അതാ ബഹുമാനവും സ്ഥാനവും കാണുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പാടിയ പദ്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സഹോദരന്മാരെ, മനുഷ്യൻ ശല്യം ചെയ്യുക എന്ന് പറയുന്നത് ശരീരം കൊണ്ട്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ശല്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം നാവ് കൊണ്ട്. ഈ കാരണം കൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു അവിടെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ മഹത്വം പറയുമ്പോ ആദ്യം തന്നെ പറഞ്ഞു യംസൂന അലൽ അർളി ഹൗനാ, ഭൂമിയിലൂടെ വിനയാന്വിതരായി നടന്നു പോകുന്നതിനാൽ മറ്റാരെയും ഒരു തട്ടിത്തെറുപ്പിക്കാനില്ല, ആരുടെയും മുന്നിൽ അതാ ഹുങ്ക് കാണിക്കാനില്ല, ആരുടെയും മുന്നിൽ പ്രകോപിപ്പിക്കാൻ അവരില്ല. അവർ വളരെ വിനയാന്വിതരായി താഴ്മയോടെ നടന്നു പോവുകയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗനാ, നടത്തം പറഞ്ഞെന്നേ ഉള്ളൂ. നടത്തത്തോടുകൂടെ തന്നെ സർവ്വ ചലനങ്ങളും അതിൽപ്പെട്ടു. മനുഷ്യൻ എപ്പോഴും ആവശ്യമാകുന്ന ചലനമാണ് നടത്തം. ആ നടത്തം അവൻ ആവശ്യമായ നടത്തം നടക്കുമ്പോഴും പ്രകോപനപരമായോ മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരം കാണിച്ചോ നടക്കുകയില്ലെന്ന് പറഞ്ഞാൽ മറ്റുള്ള അവയവങ്ങളെ കൊണ്ടും അവൻ മറ്റാർക്കും ശല്യം ചെയ്യില്ലെന്നാണ്. ഒരു പാവപ്പെട്ടവരെയും പിടിച്ചടിക്കാനവനില്ല, ആക്രമിക്കാനവനില്ല, അതേ ഇഷ്ടപ്പെടാത്തത് നോക്കാനവനില്ല, ഇഷ്ടപ്പെടാത്തത് കേൾക്കാനവനില്ല, ഇഷ്ടപ്പെടാത്തതിൽ പങ്കെടുക്കാനവനില്ല, സുബ്ഹാനല്ലാഹ് ആരെയും ചീത്ത പറയാനവനില്ല, കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാനവനില്ല, ഏഷണിയേറെ പറയാനോ ഭീഷണിപ്പെടുത്താനോ അവനില്ല. അവന്റെ നാവ് പ്രത്യേകം അവൻ സൂക്ഷിക്കുകയാണ്. എത്രത്തോളം ഇങ്ങോട്ടവനെ ചീത്ത പറഞ്ഞാൽ തന്നെ, ഇങ്ങോട്ടവനെ ശകാരിച്ചാൽ തന്നെ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, ഇങ്ങോട്ട് വിവരക്കേട് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് സമാധാനമാണ് അവന്റെ മറുപടി. ആ രൂപത്തിൽ ജീവിക്കുന്നവനാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വിനയം അത് വളരെ വലുതാണ്. ആ വിനയമാണ് വാസ്തവത്തിൽ മനുഷ്യരെ സർവ്വവിജയങ്ങളിലും എത്തിക്കുന്നത്. അത് വിവരമുള്ളവനാണ് വിനയം കാണിക്കുക. നിങ്ങൾ കാണുന്നില്ലേ, ഒരു നല്ല മാവ്, ഒരു മാങ്ങയുണ്ടാകുന്ന മരം, ആ മരത്തിന്റെ മേലെ ധാരാളം മാങ്ങയുണ്ടായാൽ അതിന്റെ കൊമ്പ് അതാ പ്രകോപിപ്പിക്കുന്ന ശൈലിയിൽ നിൽക്കുകയില്ല, തല താഴ്ത്തിയേ നിൽക്കൂ. നിങ്ങൾ കാണാം, ധാരാളം മാങ്ങയുള്ള മാവിന്റെ കൊമ്പ്, മരത്തിന്റെ കൊമ്പ് അതെപ്പോഴും തല താഴ്ത്തിയേ നിൽക്കൂ. അതിന്റെ കൊമ്പുകളൊക്കെ താഴ്ന്ന് താഴ്ന്ന് ഇങ്ങനെ നിൽക്കും. എത്ര മാങ്ങയുണ്ടോ അത്രയും അതിന്റെ കൊമ്പ് താഴ്ന്നു നിൽക്കും. അത് വിനയം കാണിക്കും. നേരെ മറിച്ച് ഒറ്റ മാങ്ങയും ഉണ്ടാകാത്ത മാങ്ങയുടെ മാങ്ങാമരം അല്ലെങ്കിൽ മാവ്, അതിന്റെ കൊമ്പുകളൊക്കെ മേൽപോട്ട് ആരടാ അത് ചോദിക്കുന്ന ശൈലിയിലായിരിക്കും അത് നിൽക്കുന്നത്. ശരിയും നിങ്ങൾ നോക്കൂ, ഒരൊറ്റ തേങ്ങയും ഉണ്ടാകാത്ത തെങ്ങിന്റെ അതിന്റെ ഓലകളൊക്കെ മേൽപോട്ട് ആരടാ അത് ചോദിക്കുന്ന രൂപത്തിൽ മേൽപോട്ടാണ്. നേരെ മറിച്ച് നൂറുകണക്കിന് തേങ്ങയുണ്ടാകുന്ന തെങ്ങിന്റെ അതിന്റെ ഓലകളൊക്കെ താഴോട്ടാണ്. അപ്പോൾ കാര്യമുള്ളവർ, ഫലമുള്ളവർ, വിവരമുള്ളവർ അവരെപ്പോഴും അവർ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരായിരിക്കും. അത് ഈ പ്രകൃതിയുടെ തന്നെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവമുള്ളവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്വം അംഗീകരിക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവർ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ വിനയമുള്ളവരാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സാലിഹീങ്ങൾക്ക് അവർക്കാണ് അവരുടെ മനസ്സിൽ സ്ഥാനമുള്ളത്. അഹങ്കാരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടിമകൾ അവർക്കൊരു സ്ഥാനവും വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. കാരണം വാസ്തവത്തിൽ ഏറ്റവും വലിയ വിവരക്കേടാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാൻ വലിയവനാണെന്ന ചിന്ത അത് ഏറ്റവും വലിയ വിവരക്കേടാണ്. നിങ്ങൾക്ക് കാണാം, സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വകാനത് ഇംറാഅത്തുൻ തുറുലി ഇബ്നൻ ലഹാ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു സ്ത്രീ. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്നവർക്കാണ് ഇസ്രായേലികൾ എന്ന് പറയാറുള്ളത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്ന
ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കുട്ടിക്ക് മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇമാം ബുഖാരി പെടുന്ന ഹരീഹാൻ, വലിയ അഹങ്കാരിയായി വലിയ പൊങ്ങച്ചത്തോടുകൂടി ഒരാൾ ഒരു വാഹനത്തിൽ കുതിരപ്പുറത്ത് അങ്ങോട്ട് യാത്ര ചെയ്യും. ഫഖാലത്, അപ്പോൾ ആ കുഞ്ഞിന് മുല കൊടുക്കുന്ന ഉമ്മ അങ്ങ് പറഞ്ഞു, അല്ലാഹുമ്മ ജലിബിനി മിസ്ലഹ്, അല്ലാഹുവേ എന്റെ മകനെ ജനങ്ങളൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് അന്തസ്സോടെ പറഞ്ഞേക്കുന്ന ആ വാഹനപ്പുറത്ത് പോയ നേതാവിനെ പോലെ ഒന്നാക്കിത്തരണം അല്ലാഹ്. മക്കളുടെ പുരോഗതി ഉദ്ദേശിച്ച് ഉമ്മമാരെ പ്രാർത്ഥിക്കൽ സ്വാഭാവികമാണ്. ഉടനെ തന്നെ മുല കുടിക്കുന്ന ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫതറക സദിയഹാ വഅഖബല അല الراكب فقال اللهم لا تجعلني مثله. ഈ കുട്ടി കുടിക്കുന്ന മുലയങ്ങ് വിട്ടുകൊണ്ട് ഈ കുട്ടി പ്രാർത്ഥിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടിയാണ്, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടിയാണ്. ആ കുട്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്നെ നീ അവനെ പോലെ ആക്കല്ല അല്ലാഹ്. ثم أقبل على ثديه يمسه. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വീണ്ടും ആ കുട്ടി ഉമ്മയുടെ മുല ഇങ്ങനെ ഉമ്മി കുടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിന്റെ വിരലിങ്ങനെ തൊള്ളയുടെ അടുത്ത് വെച്ചിട്ട് ആ കുട്ടി മുല കുടിക്കുന്നതിന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. സുമ്മ മർറ ബി അമതിൻ, പിന്നീട് ഒരു അടിമ സ്ത്രീയുടെ അടുക്കലൂടെ ഈ ഉമ്മ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ നടക്കുകയാണ്. ഫഖാലത്ത് അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നീ മിസ്ല ഹാദിഹി. ആ അടിമ സ്ത്രീയെ ജനങ്ങൾ അതാ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ജനൈതി സരഖതി, നീ കട്ടു, നീ വ്യഭിചരിച്ചു എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ പലരും ചീത്ത പറയുന്നുണ്ട്. ആ പെണ്ണിനെ പലരും ശകാരിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനവും മാനവും ഇല്ലാത്തൊരു പെണ്ണ്. ആ പെണ്ണിനെ കണ്ടപ്പോ ഈ ഉമ്മ അങ്ങ് ദുആ ചെയ്തു പോയി, അല്ലാഹുവേ എന്റെ മകനെ നീ ഇതുപോലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമില്ലാത്തവനാക്കല്ല എന്ന നിലയ്ക്ക് ലാ തജ്അൽ ഇബ്നീ മിസ്ല ഹാദിഹി, ഇവളെ പോലെ എന്റെ മകനെ നീ ആക്കല്ലേ അല്ലാഹ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതറക സദിയഹാ, ആ കുട്ടി ഉമ്മയുടെ മുലയങ്ങ് വിട്ടു. ഉടനെ തന്നെ സംസാരത്തിന് പ്രായമെത്തി ഈ കുട്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽ ഇബ്നീ അല്ലാഹുമ്മ ജഅൽനീ മിസ്ലഹാ, അല്ലാഹുവേ എന്നെ നീ അവളെ പോലെ ആക്കിത്തരണേ അല്ലാഹ്. സംസാരത്തിന് പ്രായമെത്താത്ത മുല കുടിക്കുന്ന കുട്ടി രണ്ട് സമയവും പ്രാർത്ഥിച്ചത് ആ കുട്ടിക്ക് കേടാകുന്ന വിധത്തിലാണെന്ന് ഈ ഉമ്മക്ക് തോന്നുന്നു. ഉമ്മ പ്രാർത്ഥിച്ചതോ കുട്ടിക്ക് ഗുണകരമാകുന്ന രൂപത്തിലാണെന്നും ഉമ്മക്ക് തോന്നുന്നു. അപ്പൊ ഈ ഉമ്മയുടെ വല്ലാത്ത സംശയം. ഉമ്മ അതാ ചോദിക്കുന്ന ലിമദാക്ക, മോനെ എന്താ നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ഈ ചെറിയ പിഞ്ചു കുഞ്ഞ്, സംസാരത്തിന് പ്രായമെത്താത്ത കുഞ്ഞ് പറയുന്നു, ഫഖാല അർറാകിബു ജബ്ബാറുൻ മിനൽ ജബാദിറ. ഉമ്മ നിങ്ങളറിയോ, ആ വാഹനപ്പുറത്ത് ജനങ്ങളൊക്കെ ആദരിച്ചു കൊണ്ടുപോകുന്ന നേതാവ്, ആ മനുഷ്യൻ, അദ്ദേഹം ജബ്ബാറുൻ മിനൽ ജബാദിറ, അവൻ അഹങ്കാരികളിൽപ്പെട്ടൊരു അഹങ്കാരിയാണ്, കിബ്രനാണ് ഉമ്മ. ആ കിബിറുള്ള മനുഷ്യൻ തൽക്കാലം ഭൂമിയിൽ ഞാനൊരു വലിയവനാണെന്ന പൊങ്ങച്ചത്തോടെ നീങ്ങുന്നുണ്ടാകാം. ആരെങ്കിലും ചിലർ അവനെ ബഹുമാനിക്കുന്നുണ്ടാകാം. പക്ഷേ അതിന് നിലനിൽപ്പില്ലല്ലോ. അവനും ഈ ഭൂമിയിൽ പോയി കിടക്കേണ്ടവനല്ലേ, അവനും നീണ്ട ഒരു ജീവിതം അനുഭവിക്കേണ്ടവനല്ലേ. അതുകൊണ്ട് തന്നെ അതാ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അവനെപ്പോലെ എന്നാക്കരുത്, എന്നെ അഹങ്കാരിയാക്കരുത്. വഹാദിഹിൽ അമതു യഖൂലുന സറഖതി സനൈതി വലം തഫഅൽ. ആളുകളൊക്കെ കട്ടു, വ്യഭിചരിച്ചു എന്നൊക്കെ ആരോപണം പറയുന്ന ആ സ്ത്രീയുണ്ടല്ലോ, അവള് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, അല്ലാഹുവിൽ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ ദിക്റും ചൊല്ലി ഇങ്ങനെ പോകുന്നൊരു പെണ്ണാണ്. ആ പെണ്ണിനെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണ്, വെറും ദുരാരോപണങ്ങളാണ്. അതൊന്നും ശരിയല്ല. ആ പെണ്ണ് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ള പെണ്ണാണ്. ജനങ്ങൾക്കിടയിലെ സ്ഥാനം നിങ്ങൾ നോക്കണ്ട. അതുകൊണ്ടാണ് അവളെ പോലെ ആക്കണമെന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി വിവരിച്ചു കൊടുക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ 3436 നമ്പർ ഹദീസായത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അതെ
ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല. ബാബാ ബൂദൂഗിന്ന് കുതുബായി വന്നവർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിൽ ചിലർ ബാപ്പയുടെ മുതുകെന്ന് വരുമ്പോ തന്നെ വലിയായി വരുന്ന ചില മഹാന്മാരുണ്ട്. ഈ കുട്ടി മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടിയാണ്. കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കണ്ടകം എന്നോവർ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അങ്ങനെ ചില മഹാന്മാരുണ്ടല്ലോ, മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി പറയാൻ കഴിയുന്നവർ. ഈ കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയാണെങ്കിലും ആ വാഹനത്തിൽ പോകുന്ന കിബറിന്റെ കിബറ്, മനസ്സിലുള്ള അഹങ്കാരവും കുഫറും ആ കുട്ടി നോക്കി മനസ്സിലാക്കുന്നു. ആ പെണ്ണ് നിരപരാധിയാണെന്നതും ഈ കുട്ടി മനസ്സിലാക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അരിഫീകളിൽപ്പെട്ട മഹാന്മാർ, അവർക്ക് അഹങ്കാരികളോട് അല്പവും താല്പര്യമില്ല. അഹങ്കാരികളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുന്ന ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അവരെപ്പോഴും അല്ലാഹുവിനോട് പറയുന്നത് എന്താണ്? അവർക്ക് പറയാനുള്ളത് മുത്തവാദികളായ സാധുക്കളായ വിനയാന്വിതരായി ജീവിക്കുന്നവരുടെ കൂടെ എന്നെയും ആക്കിത്തരണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, എന്താണ് ഈ വിനയമെന്ന് പറയുന്നത്? താഴ്മ എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തവാദുഉ അൻ തഖ്റുജ മിൻ ബാബി മൻസിലിക ഫലാ തൽഖാ മുഅ്മിനൻ വലാ കാഫിറൻ ലാ വലാ തദ്രീ ലഅല്ലഹു യൗമൽ ഖിയാമത്തി ഖൈറൻ ലഅല്ലഹു യൗമൽ ഖിയാമത്തി ഖൈറുൻ മിൻക. ഓ മോനെ, നിന്റെ വീട്ടിൽ വെച്ച് നീ പുറപ്പെട്ടാൽ നീ ഒരു സത്യവിശ്വാസിയെ കണ്ടാലും അവിശ്വാസിയെ കണ്ടാലും ഇല്ലാ വലാ തദ്രീ ലഅല്ലഹു യൗമൽ ഖിയാമത്തി ഖൈറുൻ മിൻക, നിനക്കറിയില്ലല്ലോ ആ മനുഷ്യൻ, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഖിയാമത്ത് നാളിൽ എന്നെക്കാൾ ഹൈറായവനാണോ അല്ലേ? നിനക്ക് പറയാനിപ്പോ വകുപ്പില്ലല്ലോ. എത്രയോ അവിശ്വാസികൾ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ കിട്ടിയിട്ട് ഈമാൻ സലാമത്തായി മരിച്ചവരില്ലേ? എത്രയോ വലിയ വലിയ ആളുകൾ അവസാനം പിഴച്ചുപോയിട്ട് ഈമാൻ കിട്ടാതെ മരിച്ചുപോയവരില്ലേ? അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെട്ടാൽ മുസ്ലിമിനെ കണ്ടാലും ശരി അമുസ്ലിമിനെ കണ്ടാലും ശരി ഞാനാണ് യോഗ്യൻ എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകരുത്. മറിച്ച് എന്നെക്കാൾ ഒരു പക്ഷേ ആഖിറത്തിൽ ഖൈറ് ഇവനാണെങ്കിലോ, ഈ ചിന്ത നിന്റെ മനസ്സിലുണ്ടാകരുത്. സഹോദരന്മാരെ, എന്താണ് വിനയമെന്ന് പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അത്തവാദു അല്ലാ തുഅ്ജബ ബിഅമലിക, നിന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ തരക്കേടില്ലെന്നൊരു വിചാരം, നിനക്കൊരു തോന്നൽ, അതില്ലാതിരിക്കലാണ് വാസ്തവത്തിൽ തവാദു എന്ന് പറയുന്നത്, വിനയമെന്ന് പറയുന്നത്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനത്തെ യാതൊരു ചിന്തയും നിന്റെ മനസ്സിലില്ലാതിരിക്കുക. കാരണം നിനക്കറിയില്ലേ, നീ അടിമയല്ലേ? അടിമയ്ക്ക് ഇവിടെ അധികാരമുണ്ടോ? ഉടമസ്ഥൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? ആ ഉടമസ്ഥൻ തന്ന കഴിവല്ലേ? അവൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് പിൻവലിച്ചാൽ കഴിയില്ലേ? അതുകൊണ്ട് തന്നെ ഒരാളും തന്നെ ഞാനൊരു ഖൈറായവനാണെന്ന ചിന്ത ഒരാളെ മനസ്സിലുണ്ടാകരുത്. അതേ യൂസുഫ് ബിൻ അസ്സാത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് വിനയത്തിന്റെ ഫലം? എന്താണ് അതിന്റെ ഫലം? അതിന്റെ അങ്ങേയറ്റം എന്താണ്? ആ വിനയത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൻ തഖ്റുജ മിൻ ബൈതിക ലാ തൽഖാ അഹദൻ ഇല്ലാ റഅയ്ത അൻഹു ഖൈറുൻ മിൻക, നിന്റെ വീട്ടിൽ വെച്ച് നീ ഇറങ്ങി നടക്കുമ്പോ നീ ആരെ കണ്ടാലും നിന്നെക്കാൾ ഖൈറാണ് അവനെന്ന് ചിന്തിക്കണം. നീ ഏറ്റവും ചെറിയവനാണെന്ന് ചിന്തിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു, ഹലാകുൻ നഫ്സി ഫീ സലാസിൻ, മോനെ, മനുഷ്യന്റെ ആത്മീയമായ നാശം, മനുഷ്യന്റെ എല്ലാ നാശവും 3 കാര്യത്തിലാണ്. അൽ കിബ്റു, ഒന്ന് അഹങ്കാരമാണ്. വൽ ഹിർസു, ഒന്ന് അങ്ങേയറ്റത്തെ അലച്ചയാണ്, ദുനിയാവിനോടുള്ള അലച്ച. അപ്പൊ പിന്നെ ഹലാലും ഹറാമും ഇല്ലാതെ സമ്പാദിക്കും, ഹലാലും ഹറാമും ഇല്ലാതെ പലതിനെയും അതാണ് നമ്മൾ കുറ്റം പറയും. അങ്ങനെ ഒരു അലച്ച ഉണ്ടാകാൻ പാടില്ല. വൽ ഹസദു, അസൂയയുമാണ്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായും അലി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ മനുഷ്യർ ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്തിൽ അശ്രദ്ധരാണ്. ഇന്നന്നാസ ലയഗ്ഫലൂന അൻ അഫ്ളലിൽ ഇബാദ, ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്തിൽ നിന്ന് ജനങ്ങൾ അശ്രദ്ധരാവുകയാണ്. അതെന്താണ്? വഹുവ തവാദു, ഒരു താഴ്മ കാണിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകുന്നത് എപ്പോഴാണ്? താഴ്മ കാണിക്കുമ്പോഴാണ്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കമാ അന്ന അബ്അദന്നാസി മിനല്ലാഹി തആല അൽ ജബ്ബാറൂന,
അള്ളയുമായി ഏറ്റവും അകലുന്നവർ കിബറന്മാരാണ്. കദാലിക അഖ്റബുന്നാസി മിനല്ലാഹി തആല മുതവാദിഊൻ. അള്ളയുമായി ഏറ്റവും അടുക്കുന്നവർ താഴ്മ കാണിക്കുന്നവരാണ്. അപ്പൊ താഴ്മയോടുകൂടെ ജീവിക്കുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാട്. അത് അല്ലാഹുവിന്റെ അടിമകൾക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ ഒരു താഴ്മ ഒരു മനുഷ്യനുണ്ടായാൽ ആരെന്തുപദേശിച്ചാലും അവനൊരിക്കലും തന്നെ അവനെ ആരാണെന്നെ ഉപദേശിക്കാനെന്നൊരു ചിന്ത വരില്ല. കേട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുമായി സംസാരമുണ്ടായി. നമ്മൾ സാധാരണയായി വലിയവരും ചെറിയവരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കാമല്ലോ. ഒരു സംസാരം നടന്നു. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഇത്തഖില്ലാഹ് ഉമറേ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ആരോടാണിത് പറയുന്നത്? സഹോദരന്മാര് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു കിബ്റിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അഹങ്കാരം എന്ന് പറയുന്നത് വല്ലാത്തൊരു രോഗമാണ്. അതേ, ദുന്യാവിലൊരു താല്പര്യവുമില്ലാതെ ദുന്യാവ് പരിശീലിക്കുന്ന സാഹിതികളെയും കിബർ പിടികൂടാം, വലിയ പണ്ഡിതന്മാരെയും കിബർ പിടികൂടാം, സാധാരണക്കാരെയും കിബർ പിടികൂടാം. അഹങ്കാരം എന്നത് ആരെയും പിടികൂടാൻ പറ്റുന്നൊരു രോഗമാണ്, വളരെ അപകടകരമായ രോഗമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതിനൊരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്, കേട്ടോളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരാളും തമ്മിലൊരു സംസാരം നടന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ താഴ്ന്ന പദവിയിലുള്ള ആളാണ് മറ്റുള്ള വ്യക്തികൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഔലിയാക്കളുടെ കൂട്ടത്തിലും ആരിഫീങ്ങളുടെ കൂട്ടത്തിലും ഏറ്റവും അല്ലാഹുവിന്റെ സ്ഥാനമുള്ള വ്യക്തി അമ്പിയാക്കളെ കഴിച്ചാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമതെണ്ണപ്പെടുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലേ സഹോദരന്മാരെ, ഒരസറിന്റെ ജമാഅത്ത് രണ്ട് തോട്ടം കാണാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് കഴിഞ്ഞു പോയതിനാൽ തോട്ടം രണ്ടും ധർമ്മം ചെയ്ത മഹാനല്ലേ. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ ജീവിച്ച മഹാനല്ലേ. എല്ലാ നിലക്കും വളരെ തഖ്വയോടെ ജീവിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജയും പവറൊന്നുമില്ലാത്ത മറ്റൊരാൾ സംസാരത്തിനിടയിൽ പറഞ്ഞു, ഇത്തഖില്ലാഹ് ഉമറേ, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടണം കേട്ടോ, അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സാധുവായ എന്നോട് പറഞ്ഞാല് എനിക്ക് എന്റെ മനസ്സ് നന്നല്ലാത്തത് കൊണ്ട് എന്നോട് അവരെങ്ങനെ പറഞ്ഞില്ലേ എന്നൊരു ചിന്ത വരില്ലേ? അതേ സമയത്ത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഇത്തഖില്ല എന്ന് പറഞ്ഞപ്പോ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, തഖൂലു ലി അമീറുൽ മുഅ്മിനീന ഇത്തഖില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഇത്തഖില്ല എന്ന് പറയുകയാണോ? നിങ്ങൾ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറഞ്ഞ വ്യക്തിയോട് പറയുന്നു, ദഅഹു ഫല്യഖുൽ ഹാലി. മോനെ, നീ അത് ചോദ്യം ചെയ്യണ്ട, എന്നോട് അദ്ദേഹം അത് പറയട്ടെ. ഞാൻ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന ഉപദേശം അദ്ദേഹം എന്നോട് പറയട്ടെ. നിയമമാക്കാൽ അദ്ദേഹം പറഞ്ഞത് എന്തൊരു നല്ല കാര്യമാണ്. ലാ ഖൈറ ഫീകും ഇദാ ലം തഖൂലുഹാ വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബൽഹാ. അത് നിങ്ങൾ പറയാത്ത കാലത്ത് നിങ്ങളിൽ ഖൈറില്ല. തഖ്വ വേണം, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉമറിനെ ഉപദേശിക്കാൻ തന്നെയല്ലേ നിങ്ങളൊക്കെ. അത് നിങ്ങൾ എന്നെ ഉപദേശിക്കാത്ത കാലത്ത് എന്റെ അനുയായികളായ നിങ്ങളിൽ എനിക്ക് ഖൈറില്ല. വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബൽഹാ. അത് സ്വീകരിക്കാത്ത കാലത്ത് നമ്മളിലും ഖൈറില്ല. അതുകൊണ്ട് എന്നോട് ഇഷ്ടത്തില്ല എന്ന് പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട് മോനെ. സഹോദരന്മാരെ, മഹാന്മാരുടെ താഴ്മ കണ്ടോ? അവരെത്ര വലിയവരാണെങ്കിലും ഞങ്ങളൊരു വലിയവരാണെന്ന ചിന്ത അവർക്കില്ല. അവരെപ്പോഴും മറ്റുള്ളവരെന്നെ ഉപദേശിക്കണം, ഞാനൊന്ന് നന്നാകണം എന്ന ചിന്തയാണ്. ഇത് തന്നെയല്ലേ സഹോദരന്മാരെ
ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശാമിലേക്ക് സിറിയയിലേക്ക് പോയപ്പോ ബഹുമാനപ്പെട്ടവർ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് പെട്ടെന്നതാ ഒരു സ്ഥലത്ത് വെള്ളമുള്ള സ്ഥലമെത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഒട്ടകപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഈ ഇറങ്ങിയിട്ട് ചെരുപ്പിങ്ങോട്ടഴിച്ചു. ചെരുപ്പഴിച്ച് സ്വന്തം കയ്യിൽ അവിടെ പിടിച്ചു. വെള്ളത്തിലേക്കങ്ങ് കടന്നു. ഒട്ടകത്തെയും വെള്ളത്തിലേക്ക് കിടത്തി. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, അത് സനഅത സുന്നൻ അളീമൻ മിൻ ദാഹിൽ അർളി. ഈ ശാം ഭൂമിയിലുള്ള സിറിയക്കാരായ ആളുകളെ മുമ്പിൽ നിങ്ങൾ ചെയ്ത് ഭയങ്കരമായി പോയി. നിങ്ങൾ ഭരണാധികാരിയല്ലേ, നിങ്ങളെ ചെരുപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നെഞ്ചിൽ കൈയൊന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് ലൗ ഗൈറുക യഖൂലുഹാ യാ അബൂ ഉബൈദ, ലൗ ഗൈറുക യഖൂലുഹാ യാ അബൂ ഉബൈദ. ഓ അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത മറ്റൊരാളിത് പറഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നക്കും കുന്തും അദല്ലന്നാസി വഅഹ്ഖറന്നാസി വഅഖല്ലന്നാസി ഫഅസ്സകുമുല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ തഖുലുൽ ഇസ്സത ബിഗൈരില്ലാഹി ദില്ലുകുമുല്ലാഹ്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ നിന്ദ്യരായി ജീവിച്ചിരുന്നില്ലേ, വളരെ നിസ്സാരന്മാരായിരുന്നില്ലേ, നിങ്ങൾ അംഗസംഖ്യ വളരെ കുറവായിരുന്നില്ലേ, എന്നിട്ട് ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് ഇസ്സത്ത് നൽകിയതല്ലേ. നമ്മളെ ഇസ്സത്ത് ഇസ്ലാം കൊണ്ടുള്ള ഇസ്സത്തല്ലേ. ഫമഹ്മാ തഖുലുൽ ഇസ്സത ബിഗൈരില്ലാഹി ദില്ലുകുമുല്ലാഹ്. ഇസ്ലാമിന്റെ സ്വഭാവവും ഇസ്ലാമിന്റെ താഴ്മയും ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതവുമല്ലാത്ത മറ്റെന്തെങ്കിലുമായാൽ അള്ള നമ്മളെ നിസ്സാരപ്പെടുത്തി കളിയും കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സഹോദരന്മാരെ, എപ്പോഴും കയറി വന്ന പടിയെ സംബന്ധിച്ച് മനുഷ്യൻ ബോധമുള്ളവനാകണം. മുൻകാല ജീവിതത്തെക്കുറിച്ച് ചിന്ത വേണം. എത്ര വലിയ പണക്കാരനാണെങ്കിലും എനിക്ക് ഈ പണം എങ്ങനെ ഉണ്ടായി എന്ന ചിന്ത വേണം. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഞാനെങ്ങനെ ഇവിടെ കയറിയെത്തി എന്ന ചിന്ത വേണം. ഏത് രാജാവാണെങ്കിലും ഞാനെങ്ങനെ രാജാവായി എന്ന ചിന്ത വേണം. ഏതാരോഗ്യമുള്ളവനാണെങ്കിലും ഇനി ആരോഗ്യം എനിക്കെങ്ങനെ കിട്ടി എന്ന ചിന്ത വേണം. ഞാൻ ആദ്യം വെറും ഒരു ബീജമായിരുന്നില്ലേ, ഞാനതാ മാംസകഷ്ണമായിരുന്നില്ലേ, രക്തകഷ്ണമായിരുന്നില്ലേ, ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ വളരെ മ്ലേച്ഛമായ സ്ഥലത്ത് കിടന്നവനല്ലേ, ഞാൻ അവിടുന്ന് പുറത്തേക്ക് വന്നത് വൃത്തിയില്ലാത്ത വസ്തുക്കളോടുകൂടി പുറത്തു വന്നവനല്ലേ, ഞാനെങ്ങനെ പിന്നീട് നിരങ്ങിങ്ങനെ ജീവിച്ചവനല്ലേ, കാണുന്നതെല്ലാം എടുത്ത് തൊള്ളയിലിട്ടവനല്ലേ, ഏത് നജസും എടുത്ത് ശരീരത്തിൽ പുരട്ടിയവനല്ലേ, ഞാനിവിടെ ഇങ്ങനെ ജീവിച്ച് വളരുമ്പോ ഏതെല്ലാം കാലഘട്ടങ്ങൾ എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ചിന്ത മനസ്സിലുണ്ടാകണം. ഒരിക്കലും തന്നെ ആരോഗ്യത്തിന്റെ പേരിലോ ശരീരത്തിന്റെ പുഷ്ടിയുടെ പേരിലോ ഭംഗിയുടെ പേരിലോ സ്ഥാനമാനത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ വിജ്ഞാനത്തിന്റെ പേരിലോ ഒരു വിഷയത്തെ സംബന്ധിച്ചും ഒരു കാര്യത്തെ സംബന്ധിച്ചും അഹങ്കാരത്തിന് വഴിയുണ്ടാക്കി ചിന്തിക്കാതെ എല്ലാം എനിക്കെന്റെ റബ്ബ് തന്നതാണ്. ഈ വന്ന പടിയെ സംബന്ധിച്ച് എപ്പോഴും മനുഷ്യൻ ചിന്തയുള്ളവനാകണം. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യം അത് വിനയത്തിന്റെ അടിസ്ഥാനമാണ്. ഒന്ന് മിൻ ദിക്രിൽ അബ്ദി ജഹ്ലഹു, മനുഷ്യരെപ്പോഴും അവന്റെ വിവരക്കേടിനെ സംബന്ധിച്ച് സ്മരണയുള്ളവനാകണം. ഞാൻ ആരാണ്, ഞാൻ വിവരമുള്ളവനാണെന്നൊരു ചിന്തയുണ്ടോ? ഇല്ല. എന്റെ അടുത്ത നിമിഷത്തിൽ എന്റെ കഥ എന്താണെന്ന് അറിയാത്തവരാണ് ഞാൻ. നാളെ ഈ സമയത്ത് ഞാൻ എവിടെ കിടക്കുമെന്നതിനെ കുറിച്ച് അറിയാത്തവരാണ് ഞാൻ. മുമ്പ് ഞാൻ പലതും അറിയാത്തവൻ, ഇന്നും ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാത്തവൻ, നാളെ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവൻ. അതേ, എന്റെ വിവരക്കേടിനെ കുറിച്ച് ഞാൻ ചിന്തയുള്ളവനാകണം. വമിൻ ദിക്രിഹി ദുനൂബഹു, എപ്പോഴും ഞാനൊരു നല്ലവനാണെന്ന ചിന്ത ശൈത്താൻ നിന്റെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ടോ? എന്നാ മോനെ, നിന്റെ മുൻകാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന തെറ്റുകളെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. അറിഞ്ഞു ചെയ്ത തെറ്റുകളില്ലേ, ആരും അറിയാതെ ചെയ്ത തെറ്റുകളില്ലേ, പരസ്യമായി ചെയ്തതില്ലേ, രഹസ്യമായി ചെയ്തതില്ലേ, ജീവിതത്തിൽ പല പല തെറ്റുകളും ചെയ്തു പോയിട്ടില്ലേ? നിനക്ക് ഞാനൊരു നബിയാണെന്ന് വാദിക്കാൻ വകുപ്പുണ്ടോ? മലക്കാണെന്ന് വാദിക്കാൻ വകുപ്പുണ്ടോ? എനിക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ആരാണോ തെറ്റ് ചെയ്യാത്തവൻ? പലരും പല വിധത്തിൽ തെറ്റ് ചെയ്തവരല്ലേ. ഒരാൾ ചെയ്യുന്നത് ഒന്നാണെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നത് മറ്റൊന്നല്ലേ. ആകയാൽ ഞാനൊരു ശുദ്ധനാണെന്ന് ധരിക്കാൻ എനിക്ക് വകുപ്പില്ലല്ലോ. ومن ذكره فقره إليه تعالى,
എപ്പോഴും ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ താഴ്മയോടെ ജീവിക്കാൻ നിന്റെ മനസ്സിലുണ്ടാകട്ടെ. നീ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ്, നിനക്ക് സ്വന്തമായ ഒന്നുമില്ല. ഈ ചിന്ത നിന്റെ മനസ്സിലുണ്ടാകുമ്പോൾ നിനക്കതാ താഴ്മ കിട്ടും, വിനയത്തോടെ ജീവിക്കാൻ സാധിച്ചേക്കും. ഓ സഹോദരന്മാരെ, ഈ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഉയരുമ്പോഴാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനോട് പകയില്ലാതെ വിദ്വേഷമില്ലാതെ മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നത്. കണ്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്ന് ഒരാൾ അങ്ങ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഫവല്ലാഹി മാ തുതീനൽ ജസൽ വലാ തഹ്കുമു ബിനാ ബിൽ ബൈനനാ ബിൽ അദൽ. പറഞ്ഞത് വാസ്തവത്തിൽ സത്യവിരുദ്ധമായ ഒരു ആരോപണമാണ്. എന്താണ് ആരോപണം? ഇബ്നുൽ ഖത്താബ്, ഇബ്നുൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ച് പറയാണ്, ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ തരണ്ട പോലെ ഞങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ ശരിക്കും നീതിപരമായ നിലക്ക് നിങ്ങൾ തീരുമാനമെടുക്കുന്നില്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ പച്ചക്കള്ളമാണ്. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു നീതി കാണിക്കാത്ത വ്യക്തിയല്ല, എല്ലാ ചരിത്രകാരന്മാർക്കും അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു അതാ ഉണ്ടായിട്ട് കൊടുക്കാത്ത ആളുമല്ല, പരമാവധി കൊടുക്കുന്ന ആളുമാണ്. പക്ഷേ ഇത് മുഖത്ത് നോക്കി എന്ന് പറഞ്ഞപ്പോ ഏത് മനുഷ്യനും വളരെ ഇകഴ്ത്തിയിട്ട് പച്ചക്കള്ളം പറയുമ്പോ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും ചെറിയ പ്രയാസം വന്നു പോകാൻ സാധ്യതയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരൽപ്പം കോപം വന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഹർബ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിൽ യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്നല്ലാഹു തആല ഖാല ലിനബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. തെറ്റ് ചെയ്തു പോയവർക്ക് മാപ്പ് കൊടുക്കുന്നതായിരിക്കണം അവിടുത്തെ സ്വഭാവം. വഅ്മുർ ബിൽ ഉർഫി, നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നതാകണം അവിടുത്തെ സ്വഭാവം. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ വിവരക്കേട് പറഞ്ഞാൽ അതാ മാറിക്കളയുന്നതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഇന്നഹാദാ മിനൽ ജാഹിലീൻ, നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നീതി കാണിക്കുന്നില്ലെന്നും കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ ഈ മനുഷ്യൻ ജാഹിലീങ്ങളിൽ പെട്ടവനാണ്, കാര്യം പഠിക്കാതെ മനസ്സിലാക്കാതെ വിവരക്കേട് പറയുന്നവരിൽ പെട്ടവനാണ്. നിങ്ങളതങ്ങ് മാപ്പ് കൊടുക്കാനല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുള്ളൊരു പണ്ഡിതനായ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തോതി എന്ന് സംസാരിച്ചപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ലാഹി മാ ജാവസഹാ ഉമറു ഹീന തലാഹാ അലൈഹി വകാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്ന എല്ലാ വെറുപ്പും നീങ്ങിപ്പോയി. അല്ലാഹു പറഞ്ഞ സ്വഭാവം അത് വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണല്ലോ, നല്ലത് കൽപ്പിക്കുക എന്നതാണല്ലോ. ആരെങ്കിലും വിവരക്കേട് പറയുകയോ ചെയ്യുകയോ ചെയ്താൽ തിരിഞ്ഞു കളയണമെന്നാണല്ലോ. മഹാനവറുകളുടെ വെറുപ്പ് മുഴുവനും മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി. സഹോദരന്മാരെ, അപ്പൊ വിനയത്തോടുകൂടെ ജീവിക്കുക എന്നതാണ് ഏത് പ്രബോധകന്റെയും ഏത് മോമിനിന്റെയും കടപ്പാട്. അത് തന്നെയാണ് എപ്പോഴെങ്കിലും അഥവാ ഒരു വിവരം നമ്മിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു മോശമായ വാചകമോ പ്രവർത്തനമോ വന്നുപോയാലോ അതിൽ മനസ്സിൽ ഖേദമുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പതിവാണ്. അതുണ്ടാകാൻ വേണ്ടി ഉണർത്തിക്കൊണ്ടിരിക്കുക എന്നത് പ്രബോധന പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്തമാണ്. കണ്ടില്ലേ നിങ്ങൾ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അതാ മഹാനവറുകളുടെ ഒരു അടിമയെ സംബന്ധിച്ച് യബ്ന സൗദാ, കറുത്തവന്റെ മകനെ എന്നങ്ങ് വിളിച്ചുപോയി. വാസ്തവത്തിൽ ഒരാളെയും നിസ്സാരപ്പെടുത്തുന്ന വാചകങ്ങൾ പറയാൻ പാടില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിന് അബദ്ധം സംഭവിച്ചതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അബൂദർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബൂദർ അയ്യർതഹു ബി ഉമ്മിഹി ഇന്നക അംറു ഫീക ജാഹിലിയ്യ. ഓ അബൂദറേ, നീ അദ്ദേഹത്തിന്റെ ഉമ്മാനെ കൂട്ടിയിട്ട് നിസാരപ്പെടുത്തി പറഞ്ഞു അല്ലേ? ഇന്നക അംറു ഫീക ജാഹിലിയ്യ, നീ ജാഹിലിയ സ്വഭാവമുള്ള ഒരാളാണ് അബൂദറേ. ഒരിക്കലും ഈമാനുള്ളവന്, ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ബാപ്പനെയോ ഉമ്മനെയോ കൂട്ടിയിട്ട് അവൻ തറവാട് കുറഞ്ഞവനാണ്, അല്ലെ കർത്തവന്റെ മോളാണ്,
അല്ലേ തറവാടില്ലാത്തവനാണ്, അല്ലേ ഇന്ന പണിക്കാരന്റെ മോനാണ്, അല്ലേ ഇന്ന ജോലി ചെയ്തവന്റെ മകനാണ്. ഇങ്ങനത്തെ സംസാരമൊന്നും സംസാരിക്കാൻ പാടില്ല. അത് ജാഹിലിയ സ്വഭാവമാണ്, അഹങ്കാരത്തിന്റെ സ്വഭാവമാണ്. ഞാൻ വലിയ തറവാട്ടുകാരനാണെന്ന ചിന്ത, ഞാൻ വലിയ നല്ല ഉന്നത ജോലിയെടുക്കുന്നവനാണെന്ന ചിന്ത, അങ്ങനത്തെ ചിന്തകളൊക്കെയും അഹങ്കാരത്തിൽ ഉത്ഭവിക്കുന്നതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഒരാളെയും ഏത് ജോലിയെടുക്കുന്നവനെയും ഏത് തറവാട്ടുകാരനെയും നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളവർ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. അതുകൊണ്ട് തറവാട്ടിന് പവറുമില്ലെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. മഹാന്മാരായ നബി കുടുംബമില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, തങ്ങന്മാര്, അവർക്ക് സ്ഥാനമുണ്ടെന്നത് ഉറപ്പാണ്. വലിയ വലിയ മഹാന്മാരായ സാലിഹീങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചവർക്ക് സ്ഥാനമുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ ഈമാനില്ലാതെ തഖ്വയില്ലാതെ ഞാൻ ഭയങ്കര തറവാട്ടുകാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈമാനും തഖ്വയും ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. അത് നിലനിർത്തുന്നവൻ അല്ലാഹുവാണ്. അതിന്റെ പൂർണ്ണത മനസ്സിലാകൽ മരിച്ചതിന്റെ ശേഷമാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നത് വരെ ഞാനൊരു പൂർണ്ണ മോമിനായി മരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ, ഞാനൊരു മുത്തഖിയായി മരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ, ഗ്യാരണ്ടി പറയാൻ കഴിവും വിവരവുമില്ലാത്ത മനുഷ്യൻ ഒരിക്കലും തന്നെ ഒരു തറവാട്ടുകാരന്റെ മുമ്പിലും അഹങ്കരിക്കാൻ അവകാശമില്ലല്ലോ. അബൂദറിൽ ഉസാരി റളിയല്ലാഹു അൻഹു, ഓ കറുത്തവളുടെ മകനെ എന്നങ്ങ് വിളിച്ചു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്നിൽ ജാഹിലിയ സ്വഭാവമുണ്ട് അബൂദറേ. സുബ്ഹാനല്ലാഹ്, ഇഖ്വാനുക്കും ഖബറുക്കും ജഅലഹുമുല്ലാഹു തഹത അയ്ദീകും. നിങ്ങൾക്ക് ജോലിയെടുക്കുന്ന നിങ്ങളെ അടിമകൾ, നിങ്ങളെ സർവന്റുകൾ, നിങ്ങളെ സഹോദരന്മാരാണ്. അവരും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. നിങ്ങളെ തൊഴിലാളികൾ, നിങ്ങളുടെ ജോലിയെടുക്കുന്ന സർവന്റുകൾ, നിങ്ങളെ അടിമകൾ, അവരും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. നിങ്ങളെ സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹോദരന്മാരും അതുപോലെ ഉമ്മയുടെ സഹോദരന്മാരും ആ രൂപത്തിൽ അമ്മാമന്മാരും മാമമാരുമാണ്. നിങ്ങളെ തൊഴിലാളികൾ, അല്ലെ നിങ്ങളെ സ്റ്റാഫുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമകൾ, അവര് നിങ്ങളെ കസ്റ്റഡിയിലായി എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അഹങ്കരിക്കുന്ന സ്വഭാവത്തിന് സംസാരിക്കാൻ പാടില്ല. എല്ലാ മുതലാളിമാർക്കും എല്ലാ ആളുകൾക്കും അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ സഹോദരൻ തന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവൻ തിന്നുന്നതിൽ നിന്ന് തന്നെ അവനും കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കട്ടെ. അവൻ ധരിക്കുന്നതിൽ നിന്ന് തന്നെ അവനും ധരിക്കാൻ കൊടുക്കട്ടെ. സാധിക്കാത്തത് അവരോട് കീർത്തിച്ച് നിർബന്ധിക്കാതിരിക്കട്ടെ. അവരങ്ങനെ കീർത്തിച്ച് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലോ അവരുടെ ജോലിയെടുക്കും മുതലാളിമാരായ നിങ്ങളും കൂടി സഹായിച്ചു കൊടുക്കുകയും. തൊഴിലെടുക്കുമ്പോ അഹങ്കാരം വേണ്ട, അതിന്റെ തൊഴിലാളി എടുക്കേണ്ട പണിയല്ലേ എന്ന ചിന്ത വേണ്ട, നിങ്ങൾ സഹായിച്ചു കൊടുത്തോ. അഹങ്കാരമില്ലാതെ ഏത് തൊഴിലാളിയോടുകൂടെയും ഏത് പാവപ്പെട്ടവന്റെ കൂടെയും കൂടിക്കലർന്ന് ജീവിക്കാൻ സന്നദ്ധനായി കൊള്ളുക. വിനയമുള്ള അടിമകൾക്ക് വേണ്ട സ്വഭാവം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പെരുന്നാളിന് തുണിയെടുക്കുന്ന സമയത്ത് മുതലാളിമാര് തുണിയെടുക്കുമ്പോ കഴിയുമെങ്കിൽ തൊഴിലാളികൾക്കും അതേ തുണി തന്നെ എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അതാ അവർക്കും അതുപോലെ നല്ല തുണി തന്നെ എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകളില്ലേ, സുബ്ഹാനല്ലാഹ്, ഫിത്ർ സക്കാത്തിന്റെ അരി വാങ്ങാൻ പീടികയിൽ വന്നിട്ട് കുറച്ച് അരി വേണം. അരി ഇന്നലെ എടുത്ത അരിയുണ്ട്, അല്ല അതല്ല, നമുക്ക് കൊടുക്കാനുള്ള അരി വേണം, ഫിത്ർ കൊടുക്കാനുള്ള അരി വേണം. അപ്പോ അവൻ തിന്നുന്ന അരി ഒന്ന് വേറെ, ഫിത്ർ സക്കാത്തിന് വേണ്ടി കൊടുക്കുന്ന അരി ഒന്ന് വേറെ. ഇത്രയും നന്ദിയില്ലാത്ത അടിമ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കണ്ടോ? ഇതെവിടെ പറഞ്ഞത്? അടിമക്കച്ചവടം നടക്കുന്ന കാലത്ത്, ഉടമയും അടിമയുമായി ഇരിക്കുന്ന കാലത്ത് അടിമകൾക്ക് തന്നെ നീ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് നീ ധരിപ്പിക്കുക, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നീ കഴിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, അബൂ ദർ റളിയല്ലാഹു അൻഹു
ആ അടിമയുടെ പിന്നാലെ പോയി താഴ്മയോടെ മാപ്പ് പറഞ്ഞു കേട്ടോ. തൊഴിലാളിയോട് മാപ്പ് പറയാനുള്ള സന്മനസ്സുള്ള മുതലാളികളും അത് അല്ലാഹുവിനെ ഭയപ്പെടുമ്പോഴുണ്ടാകുന്നതാണ്. ആ തൊഴിലാളിയോട് മാപ്പ് പറയുകയാണ് അബൂദർ റളിയല്ലാഹു അൻഹു, നിന്നെ ഞാൻ കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചുപോയി, നീ എനിക്ക് മാപ്പാക്കണേ. അബൂദർ റളിയല്ലാഹു അൻഹു അതാ മാപ്പ് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മാപ്പ് പറയുക അല്ലെ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് വേണ്ടി വന്നാൽ അതും ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ. അബൂദർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ടോ സഹോദരന്മാരെ, നിങ്ങൾ കണ്ടോ, ആ അബൂദർ റളിയല്ലാഹു അൻഹു വരുമ്പോ മഹാനവറുകൾ ധരിച്ച അതേപോലുള്ള വസ്ത്രം തൊഴിലാളിയെയും ധരിപ്പിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട ചോദിച്ചത് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളെന്തേ നിങ്ങളെ തൊഴിലാളിക്കും നിങ്ങൾക്കും ഒരേ വസ്ത്രം ധരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ഞാനൊരാളെ, എന്റെ ഒരടിമയെ, എന്റെ ഒരു തൊഴിലാളിയെ ഞാൻ ചീത്ത പറഞ്ഞുപോയി. ഞാൻ അദ്ദേഹത്തോട് എന്റെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഉപദേശിച്ചതാണ്. അതിന് ശേഷം ഞാൻ ധരിക്കുന്ന വസ്ത്രം തന്നെ എന്റെ അടിമകളെ ധരിപ്പിക്കുകയാണ്. മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. താഴ്മയോടെ ജീവിക്കുന്ന അടിമ, അവർക്കൊരു തെറ്റ് വന്നു പോയാൽ അതിൽ മാപ്പ് പറയുന്നതിന് ഒരൽപ്പവും അശേഷം മടി തോന്നുകയില്ല. അല്ലാഹുവിനോട് മാപ്പ് പറയും. തെറ്റാരോടാണോ ചെയ്തു പോയത് അവരോടും മാപ്പ് പറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. നേതാക്കൾക്ക് ദീന് പഠിപ്പിക്കുകയാണ്, നേതാക്കൾക്ക് സ്വഭാവം പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അനുയായികളോട് കാണിക്കുന്ന സ്വഭാവം എന്തായിരിക്കണം? വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായി നിങ്ങളെ പിന്തുടരുന്ന അനുയായികൾ, ആ അനുയായികൾക്ക് നിങ്ങൾ താഴ്മയോടെ നിങ്ങളെ ചിറക് താഴ്ത്തിക്കൊടുക്കണേ. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ രൂപമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വന്തം ഭാര്യയോട് വിനയം കാണിക്കണം, ഭാര്യമാരോട് വിനയം കാണിക്കണം. ഭാര്യമാരോട് അതാ തിളച്ച് കയറണമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അതൊരു നല്ല മനുഷ്യന്റെ സ്വഭാവമല്ല. എല്ലാരോടും നല്ല സ്വഭാവം, താഴ്മയുള്ള സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖതും മിൻ മാലിൻ, ഒരിക്കലും തന്നെ ധർമ്മം കൊടുത്തത് കൊണ്ട് ഒരു മുതലും ചുരുങ്ങിപ്പോകൂല. വമാ സഅദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ മാപ്പ് കൊടുത്താൽ അതിന്റെ പേരിൽ ഔന്നത്യമല്ലാതെ അല്ലാഹു തആല വർദ്ധിപ്പിക്കൂല. വമാ തവാദഅഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ ആരോട് താഴ്മ കാണിച്ചാലും അല്ലാഹ് അതിന് പകരം നമ്മുടെ സ്ഥാനം ഉയർത്താതിരിക്കൂല. ഇത് എവിടെയും നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. എല്ലാവരോടും നല്ല സ്വഭാവം. സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം ഭാര്യമാർ, ആ ഭാര്യമാരോട് ജീവിതത്തിൽ നല്ല നിലയ്ക്ക് പെരുമാറുക എന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലുള്ള ജോലികളിൽ അവിടുന്ന് അതാ സഹകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, മകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ വെച്ച് എന്താ ചെയ്യാറുള്ളത്? ഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, കാന യകൂനു ഫീ ബിഹനതി അഹ്ലിഹി യലി ഖിദ്മതി അഹ്ലിഹി. സ്വന്തം ഭാര്യമാരുടെ സേവനത്തിൽ, ഭാര്യമാരെടുക്കുന്ന ജോലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വെച്ച് കൂടിക്കൊടുക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്.
കിണ്ടിയിൽ നിറയെ വെള്ളം നിറച്ചു വെച്ചില്ലെങ്കിൽ, പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ചു വെച്ചില്ലെങ്കിൽ, ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോ വെള്ളം അവിടെ ബക്കറ്റിൽ നിറച്ചു വെച്ചില്ലെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അതുപോലെ ഓരോന്നും 100% ഭാര്യ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ഹാലിളകുന്ന ചില ഭർത്താക്കന്മാരില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ അത്തരക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോരാ അവർ ചെയ്തത് മതിയാകാത്തതിന്റെ പേരിൽ വെറുപ്പ് പിടിക്കുന്നില്ലെന്ന് മാത്രമല്ല, വീട്ടിന്റെ ഉള്ളിലെ അടുക്കള ജോലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ സഹായിക്കുകയാണ്. അതാ ഭാര്യമാർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഫൈദാ ഹളറത്ത് സ്വലാത്തു ഖറജ ഇല സ്വലാഹ്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നിസ്കാരത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല സ്വഭാവം ഏത് നേതാവിനും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഏത് അനുയായികൾക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. സവാലോടുകൂടെ ജീവിക്കുക, വിനയത്തോടുകൂടെ ജീവിക്കുക. ചിലപ്പോൾ ഭാര്യമാർ മോശമായ നാവുള്ളവരുണ്ടാകാം. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, സമയമുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. ഫതുഹുൽ മുഈനിൽ പറയുന്നുണ്ട്, പൂർണ്ണമായി നല്ല സ്വഭാവമുള്ള ഭാര്യയെ തെരഞ്ഞാൽ കിട്ടുക പ്രയാസമാണ്. കാരണം അതെ വെളുത്ത നിറമുള്ള കാക്ക എന്ന് പറഞ്ഞതുപോലെ കിട്ടാൻ പ്രയാസമുള്ള സാധനമാണ്. പെണ്ണാണോ ചെറിയ സ്വഭാവത്തിൽ ചെറിയ ദോഷമുണ്ടാകുമെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുലിഖന മിൻ വലഇൻ, അതെ വളഞ്ഞ എല്ലുകൊണ്ട് വടക്കപ്പെട്ടതാണ് സ്ത്രീകളെ. ആദം നബി അലൈഹി സ്വലാമിന്റെ വളയൻ എല്ലുകൊണ്ട് വടക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ വളവുണ്ടാകും. അത് പെട്ടെന്ന് പിടിച്ച് നിവർത്താൻ ഉദ്ദേശിച്ചാൽ പൊട്ടിപ്പോകും. അതേ നിലക്ക് തന്നെ അവിടെ ഇട്ടാലോ വളവ് നീരില്ല. അതുകൊണ്ട് വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ സ്വഭാവം നന്നാക്കി ക്രിയാക്കിയെടുക്കേണ്ടതാണ് ഭാര്യമാരുടെ സ്വഭാവം. എന്നാ സഹോദരന്മാരെ, ഭാര്യമാരിൽ ചില വളരെ മോശമായ നാവുള്ള ചില സ്ത്രീകളുണ്ടാകും. ആ സമയത്ത് ക്ഷമിക്കാനും പൊറുക്കാനും ഭർത്താക്കന്മാര് തയ്യാറായാൽ സമാധാനപരമായ കുടുംബത്തിന്റെ അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് അവളെപ്പോലെ നീയും ദുഷിച്ചാലോ കുടുംബം തകരും, സമാധാനം തകരും. അതെപ്പോഴും എന്റെ ചെറുപ്പക്കാരെ മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു മഹാനായ മനുഷ്യന്റെ ചരിത്രം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ഒരു വലിയ ആരിഫീങ്ങളിൽപ്പെട്ടൊരു മഹാൻ തന്റെ സ്നേഹിതരെ കാണാൻ വേണ്ടി വീട്ടിൽ പോയതാണ്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീട്ടിൽ അദ്ദേഹത്തെ കാണാനില്ല. വാതിലിന് മുട്ടി ചോദിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് ഭാര്യ സ്വന്തം ഭർത്താവിനെ കുറെ കുറ്റം പറഞ്ഞു. നേരം വെളുക്കുമ്പോൾ പോയിട്ടുണ്ട്, എപ്പാ വരിക എന്നറിയില്ല, അങ്ങനെയൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങ് കുറ്റം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഇയാൾ കേട്ടിങ്ങനെ നിന്നപ്പോ ഇയാൾക്ക് കിട്ടിയൊരു ഭാര്യയാണോ ഇതെന്ന് ചിന്തിച്ചുപോയി. അങ്ങനെ അദ്ദേഹം വരുന്നത് കാത്തിരുന്നു. അതാ വൈകുന്നേരമാകുമ്പോ ആ മനുഷ്യൻ ഒരു വലിയ വിറകിന്റെ കെട്ടും ചുമന്നു വരികയാണ്. വിറകിന്റെ കെട്ട് അതാ മലയോര പ്രദേശങ്ങളിൽ പോയി വെട്ടിക്കൊണ്ടുവന്ന് എന്നിട്ടത് വിറ്റിട്ട് ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുകയും സ്വന്തം ചെലവിന് എടുക്കുകയും അതിന്റെ പുറമെ ധർമ്മം ചെയ്യുകയും ചെയ്യുന്ന എത്രയോ മഹാന്മാരുണ്ട്, എത്രയോ ശൈഖന്മാരുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ വിറക് കെട്ടിക്കൊണ്ടുവരുന്ന ആളാണ്. വിറകിന്റെ കെട്ടുമെടുത്ത് അദ്ദേഹം വരുമ്പോ സ്വന്തത്തിൽ അദ്ദേഹം വിറകിന്റെ കെട്ട് ചുമന്നിട്ടില്ല. വിറകിന്റെ കെട്ട് ചുമന്നതാരാണ്? കൂടെ വരുന്നത് ഒരു വലിയ നരിയാണ്. ആ നരിയുടെ പുറത്ത് വിറകിന്റെ കെട്ടും വെച്ച് അദ്ദേഹം ഇങ്ങനെ വരികയാണ്. അടുത്ത് വന്ന് നരിയുടെ പുറത്ത് നിന്നും ആ വിറകെടുത്തവിടെ വെച്ചു. നരി അദ്ദേഹത്തിന് അതാ സൂചിപ്പിച്ചു. നരി അങ്ങ് തിരിച്ചുപോയി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി പോയി. വീട്ടിലെ ഭാര്യ വളരെ മോശമാണെങ്കിലും നരി ഇദ്ദേഹത്തിന് വഴിപ്പെടുന്നുണ്ടല്ലോ. സ്വന്തം ഭാര്യ വഴിപ്പെടണമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം ചിന്തിച്ചത് ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ ക്ഷമിച്ചതിനാൽ എനിക്ക് പ്രതിഫലം കിട്ടണമെന്നാണ്. അതേ സമയത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് നരിയുടെ സ്വഭാവം മാറ്റിക്കൊടുത്ത മഹാനാണ്. ആ നരിയുടെ പുറത്ത് വെച്ച് വിറകും കെട്ടും കൊണ്ടുവന്ന വ്യക്തി വസ്തു അവിടെ ഇറക്കി വെച്ചു. നരി തിരിച്ചുപോയി. അദ്ദേഹം സംസാരമൊക്കെ കഴിഞ്ഞു. സ്നേഹിതൻ മടങ്ങിപ്പോയി. കുറെ കാലം കഴിഞ്ഞ് ഒന്നുകൂടി കാണാൻ വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വാതിലിന് മുട്ടി അദ്ദേഹം അവിടെയില്ല. വാതിലിന് മുട്ടി നോക്കുമ്പോ വളരെ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ. അവള് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അവള് പറയുന്നു, എന്റെ ഭർത്താവ് അതിരാവിലെ പോയതാണ്, അധ്വാനിക്കാൻ പോയതാണ്. എന്റെ മക്കളെയും എന്നെയും പോറ്റാൻ അധ്വാനിക്കല്ലാതെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ ആരോഗ്യം വളരെ കുറവാണ്, വയസ്സുമായില്ലേ, എന്നാലും പോകുകയാണ്.
എന്നിങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ പുകഴ്ത്തി പറയുന്ന ഒരു ഭാര്യ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, നല്ലൊരു ഭാര്യനെ കിട്ടിയല്ലോ ഇയാൾക്ക്, സന്തോഷമായി. കുറെ കഴിയുമ്പോൾ അതാ സ്നേഹിതൻ വരുന്നു. വിറകിന്റെ കെട്ട് സ്വന്തം തലയിൽ തന്നെ പേറിയിട്ട് വരികയാണ്. സ്വന്തം തലയിൽ തന്നെ വലിയ വിറകിന്റെ കെട്ടും വെച്ച് വരികയാണ്. ആ വിറകിന്റെ കെട്ട് അവിടെ ഇറക്കി വെച്ചപ്പോ സ്നേഹിതൻ ചോദിച്ചു, അല്ലയോ നിങ്ങളല്ലേ ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോ നിങ്ങളുടെ വിറക് കെട്ട് ചുമക്കാൻ കൂടെ ഒരു നരി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴെന്തേ കാണാത്തത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ മോശമായ സ്വഭാവമുള്ളൊരു ഭാര്യയുണ്ടായിരുന്നു. അന്ന് എനിക്ക് അല്ലാഹു തആല നരീനെ വഴിപ്പെടുത്തി തന്നു. ഇപ്പോൾ എനിക്കൊരു നല്ല സ്വഭാവമുള്ള ഭാര്യയെ കിട്ടി. അതോടുകൂടി നരിന്റെ സ്വഭാവം ബടക്കായി പോയി. നരിയുടെ സ്വഭാവം മോശമായി. ഇപ്പൊ നരി എന്റെ സമീപത്ത് വരാറേ ഇല്ല. ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നമഅൽ ഉസ്രി യുസ്റൻ ഫഇന്നമഅൽ ഉസ്രി യുസ്റാ. ഒരു വിഷമത്തോടുകൂടെ മറ്റൊരെളുപ്പം, അതേ വിഷമത്തോടുകൂടെ വേറൊരെളുപ്പം. അല്ലേ ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? വീട്ടിൽ ചിലപ്പോൾ വളരെ പ്രയാസമാണെങ്കിൽ അതാ വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരനും കഫീർ നല്ല സ്വഭാവക്കാരനായിരിക്കും, സ്പോൺസറെ സ്വഭാവം വളരെ നല്ലതായിരിക്കും, സ്വഭാവം ഭാര്യന്റെ വളരെ മോശമായിരിക്കും. ചിലപ്പം ഭാര്യ വളരെ നല്ല സ്വഭാവമായിരിക്കും, പക്ഷേ സ്പോൺസർ എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ദുനിയാവിന്റെ ഹാൽ അങ്ങനെയാണ് അല്ലാഹു തആല വെച്ചത്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് അല്ലാഹു തആല എളുപ്പം ചെയ്യും, ഓരോ സ്ഥലത്ത് പ്രയാസമുണ്ടാകും. ദുനിയാവിൽ 100% സമാധാനവും 100% സന്തോഷവും അത് ഈ ദുനിയാവിൽ ആരും കരുതേണ്ടതില്ല. അത് സ്വർഗത്തിൽ അല്ലാഹു തആല മഹാന്മാർക്ക് വെച്ച ഒരു കാര്യമാണ്. അത് ദുനിയാവിൽ ആരും കരുതേണ്ടതില്ല. ദുനിയാവിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഒരു ഭാഗത്ത് പാറയാണ്, ഒരു ഭാഗത്ത് ചളിയാണ്, ഒരു ഭാഗത്ത് കുഴിയാണ്, വേറൊരു ഭാഗത്ത് ഉയരമാണ്. ഒരു സ്ഥലത്ത് മണ്ണാണ്, മറ്റൊരു സ്ഥലത്ത് കല്ലാണ്, ഒരു സ്ഥലത്ത് അതാ മാർബിളാണ്, മറ്റൊരു സ്ഥലത്ത് ഗ്രാനൈറ്റ് ആണ്, അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ ചെങ്കല്ലാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് കുഴിച്ചാൽ വെള്ളമാണ്, വേറൊരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ ഉപ്പ് വെള്ളമാണ്, അതിനപ്പുറം കുഴിക്കുമ്പോൾ പെട്രോളാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സാധനങ്ങളാണ്. ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത എന്തൊക്കെയോ സാധനങ്ങളാണ്, വേറൊരു സ്ഥലത്ത് കുഴിച്ചു നോക്കുമ്പോൾ പൊന്നാണ്, അതിന്റെ അപ്പുറത്ത് കുഴിച്ചു നോക്കുമ്പോൾ ചെമ്പാണ്. ഈ ഭൂമിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം വ്യത്യസ്തമായ സ്വഭാവമാണ്. ഈ ഭൂമിയിൽ നിന്നല്ലേ മനുഷ്യനെയും അള്ള പഠിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ സ്വഭാവവും സുബ്ഹാനല്ലാഹ് പൊന്നും സ്വഭാവമുള്ള ചില മനുഷ്യന്മാരുണ്ടാകും, ചിലപ്പോഴോ വെറും ചളി പോലെയുള്ള സ്വഭാവമുള്ളവരുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ചിലർ കടുത്ത പാറ പോലുള്ള ഹൃദയമുള്ളവരുണ്ടാകും, ചിലരോ വളരെ മയമായ ഹൃദയമുള്ളവരുണ്ടാകും. ഈ ഭൂമിയുടെ അവസ്ഥാവിശേഷങ്ങളൊക്കെ ഈ മണ്ണിൽ നിന്ന് വടക്കപ്പെട്ട മനുഷ്യരിലും കാണാൻ സാധിച്ചേക്കും. അതൊക്കെയും ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവൻ, അതെല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവൻ, അവനല്ലേ അല്ലാഹുവിന്റെ അടിമ, അവനല്ലേ അല്ലാഹുവിന്റെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചും അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ചും ചിന്തിക്കുന്ന അടിമ, അവനല്ലേ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്നത്. കണ്ടില്ലേ നിങ്ങൾ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സ്ഥിരമായി സംസാരിക്കുന്നില്ല. സ്ത്രീകളോടും ഞാൻ പറയുന്നു, വളരെ മോശമായ സ്വഭാവമുള്ള ചില ഭർത്താക്കന്മാരുണ്ടാകും. ഉമ്മമാരെ നിങ്ങൾ ക്ഷമിച്ചു നിന്നു. ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം ആ സ്ത്രീകൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് വലിയ സ്വഭാവമാണ് കേട്ടോ, വലിയ സംഘമാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും വലിയ കിബറൻ, ഏറ്റവും വലിയ അഹങ്കാരിയായി നടന്ന ഫിർഔൻ. സുബ്ഹാനല്ലാഹ്, കിബിർ എന്ന് പറയുന്നത് ഓരോരുത്തരോടും ഓരോ കിബിറാണല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ കിബിർ കാണിക്കുന്ന ചിലരുണ്ട്. ഫിർഔൻ അതിൽപ്പെട്ടാണ്. ഞാനാണ് റബ്ബെന്ന് വാദിച്ചവൻ, പടച്ചവരോട് കിബിർ കാണിച്ചവൻ, ഞാനാണ് റബ്ബെന്ന് വാദിച്ചവൻ. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം അക്കൂട്ടത്തിലാണ്. നുംറൂദും അതുപോലെ തന്നെ ഞാൻ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി മേൽപോട്ട് കയറുമെന്ന് പറഞ്ഞവരില്ലേ? അങ്ങനെയുള്ള വലിയ വലിയ ചില സംഗാതികൾ ഞങ്ങൾ വലിയവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ ചോദ്യം ചെയ്തവർ, ഏറ്റവും പരാജയപ്പെട്ടവർ. മറ്റു ചിലര് അതേ ഇന്നന്തുമില്ല ബസറും മിഥുലുന, അല്ലാഹുവിന്റെ മുർസലീങ്ങളായ അമ്പിയാക്കൾ വരുമ്പോ അമ്പിയാക്കൾക്ക് സ്ഥാനം വകവെച്ചു കൊടുക്കാതെ നിങ്ങൾ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞൊരു വിഭാഗം, അതേ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞ വിഭാഗം, അവരും ലോകത്തെ ഏറ്റവും വലിയ കിബറന്മാരാണ്. കാരണം ഞങ്ങളും അവരും ഒരുപോലെ എന്ന് ചിന്തിക്കുന്നവരാണ്. അതും വലിയ കിബറന്മാരാണ്. അള്ളാഹുവിനെ പോലെയാണ് ഞാനെന്ന് വാദിച്ച ഫിർഔൻ, റസൂലും ഞാനും ഒരുപോലെയാണ്, അവരും നമ്മളെപ്പോലത്തെ മനുഷ്യരാണെന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത് രണ്ടും ഏറ്റവും വലിയ കിബറാണ്. മൂന്നാമത്തെ കിബറാണ് സഹോദരന്മാരെ,
സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ എത്ര ആയത്തുകൾ ഓടിക്കൊടുത്താലും, എത്ര ഹദീസ് പറഞ്ഞു കൊടുത്താലും, ഏത് ഗ്രന്ഥം ഉദ്ധരിച്ചു കൊടുത്താലും സത്യത്തെ ചോദ്യം ചെയ്യുന്നവർ, അതേ സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ, ജനങ്ങളെ നിസ്സാരമായി കാണുന്നവർ, ജനങ്ങളെ നിസ്സാരമായി കാണുന്നവർ. സുബ്ഹാനല്ലാഹ്, അതെ, മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കാണ് ഏറ്റവും മനസ്സിലാകുന്നതെന്നൊരു തോന്നൽ. അതിന് ഏജാബുൽ മർഇ ബിനഫ്സിഹി എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉപദേശം ഫലം ചെയ്യാത്ത ചില സംഗതികളുണ്ട്, ഉപദേശം ഫലം ചെയ്യാത്തൊരു രംഗമുണ്ട്. അതെന്താണ്? ഹത്താ ഇദാ റഅയ്ത സുഹം മുതാഅൻ വദുനിയ മുതറതൻ വഹവം മുത്തബൻ വഇജാബ കുല്ലി ദി റൈൻ ബിറൈഹി ഫഅലൈക നഫ്സക ബദ അംറൽ അവാം ഫഇന്ന വറാഅക അയ്യാമുസ് സബർ. മോനെ, അതാ എത്ര പറഞ്ഞാലും ഒരഞ്ച് പൈസയും ചെലവഴിക്കാത്ത നിലക്കുള്ള ലുബ്ധതയുള്ള മനുഷ്യന്മാർ, അങ്ങനെ പടവുമായി മനസ്സ് ഊട്ടിപ്പിടിക്കപ്പെട്ട മനുഷ്യന്മാർ, ഇതുപോലെ ആഖിറത്തിന്റെ കാര്യവും ദുന്യാവിന്റെ കാര്യവും വരുമ്പോ ദുന്യാവിന്റെ കാര്യത്തെ തെരഞ്ഞെടുക്കുന്ന സ്വഭാവമുള്ളവർ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹവം മുത്തബഅൻ, എത്ര തന്നെ പറഞ്ഞാലും തടീച്ച ഒഴിവാക്കാൻ തയ്യാറല്ല, തടീച്ചക്കനുസരിച്ച് മാത്രമേ ജീവിക്കൂ എന്ന് തീരുമാനിക്കുന്നവർ. ഈ മൂന്നിന്റെ പുറമെ പിന്നെ പറഞ്ഞാൽ ഞാൻ പിടിച്ചത് തന്നെയാണ് ശരി, എന്റെ അഭിപ്രായം തന്നെയാണ് ശരി, അതിനപ്പുറം ഞാൻ കേൾക്കൂല, അതിനപ്പുറം ഞാൻ മനസ്സിലാക്കൂല, അതിനപ്പുറം ഞാൻ പഠിക്കൂല, ആര് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, അത് കേൾക്കാൻ തന്നെ ഞാൻ തയ്യാറാവൂല എന്ന് ചിന്തിക്കുന്ന സ്വഭാവമുള്ളവർ ഈ കക്ഷികളെ പറഞ്ഞു നന്നാക്കാൻ സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരക്കാരൻ നീ കൈയൊഴിച്ചോ, നീ നിന്റെ ശരീരം നോക്കിക്കോ. സഹോദരന്മാരെ, അത്തരം ആളുകൾ ഒട്ടാകെ നിറഞ്ഞു കിടക്കുന്ന ഒരു കാലം വരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഒരിക്കലും തന്നെ ഞാൻ ഏറ്റവും മനസ്സിലാകുന്ന ആള്, ഏറ്റവും അറിയുന്ന ആള്, മറ്റുള്ളവരൊന്നും ഒന്നും അറിയാത്ത ആള്, ഇങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അതേ ഫിറഔനിന്റെ കിബറ, ആ കിബറിന്റെ മുന്നിൽ ക്ഷമിച്ചു നിന്നവരല്ലേ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബീവി കള്ള കൊടുക്കുന്ന പ്രതിഫലമാണല്ലോ ദുഷിച്ച സ്വഭാവമുള്ള ഭർത്താക്കന്മാരുടെ മുന്നിൽ അതെല്ലാം ക്ഷമിച്ചു നിന്ന് അതിനൊക്കെ അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും, അയാൾ പറയുന്നൊക്കെ അവിടുന്ന് പറയട്ടെ എന്ന് നിനക്ക് പകരം പറയാതെ, അതേ ചെറിയ മക്കളുടെ ഭാവി ഉദ്ദേശിച്ചുകൊണ്ട്, നിങ്ങളുടെ ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിന്റെ വേദന ഉദ്ദേശിച്ചുകൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, എന്റെ അനുജത്തി വീട്ടിൽ അതാ വിവാഹത്തിനുണ്ടല്ലോ, ജ്യേഷ്ഠത്തിയും അതാ വിവാഹം കഴിക്കാനോ കഴിച്ചതോ ഉണ്ടല്ലോ, ആംഗലമാർക്ക് വിവാഹം നടക്കാനുണ്ടല്ലോ, എന്റെ ബാപ്പന്റെ മനസ്സിന് വിഷമമാകുമല്ലോ, എന്റെ ഉമ്മയുടെ മനസ്സിന് വിഷമമാകുമല്ലോ, എന്റെ കുടുംബം വേദനിക്കുമല്ലോ, ഇയാൾ കുറച്ച് എന്ത് പറഞ്ഞാലും ഞാനങ്ങ് ക്ഷമിച്ചു നിന്നേക്കാം, അതിനൊക്കെ അള്ളാഹ് എനിക്ക് പ്രതിഫലം തരുമല്ലോ എന്ന ചിന്തയിൽ ജീവിക്കാൻ സാധിച്ചാൽ, എന്റെ പെൺകുട്ടികളെ, റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് കേട്ടോ. ഇതുപോലെ മോശമായ സ്വഭാവമുള്ള ഭാര്യമാരുടെ സ്വഭാവം ക്ഷമിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാർക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുന്ന പ്രതിഫലം അല്ലാഹ് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്, നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും താഴ്മയോടുകൂടെ ജീവിക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. എപ്പോഴും എവിടെ വെച്ചും പഠിക്കാൻ ശ്രമിക്കുക, താഴ്മയുള്ളവന്റെ സ്വഭാവമാണ്. എവിടെ നിന്നായാലും തിരക്കേടില്ല, പഠിക്കാൻ ശ്രമിക്കുക. പക്ഷേ അവിടെ നമ്മളൊരു കാര്യമുണ്ട്, അതെ ഇൻഷാ അല്ലാഹ്, അത് ഞാൻ ഈ സൂറത്തിന്റെ അവസാനം വരുമ്പോൾ ഞാനത് വിവരിക്കും. അതേ ഈ സൂറത്തിന്റെ അവസാനം പറയുന്നുണ്ട്, എന്താണ്? ചില സ്ഥലങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, ചില സ്ഥലത്ത് പോകാൻ പാടില്ല, ചിലരുടെ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. അത് പിന്നീട് മുഅ്മിനീങ്ങളെ മഹാന്മാരെ സവിശേഷത പറയുമ്പോ അല്ലാഹു തആല പ്രത്യേകം പറയുന്നുണ്ട്. അതെവിടെ? സുബ്ഹാനല്ലാഹ്, ഒരു യുക്തിവാദി പ്രസംഗിക്കുന്ന സദസ്സ്, അവിടെ പോയിട്ട് യുക്തിവാദിയിൽ നിന്നെങ്കിലും പഠിക്കാമെന്ന നിലക്ക് പോയിരിക്കാൻ പാടില്ല. ഇതുപോലെ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ, മഹാന്മാരായ സാലിഹീങ്ങൾ പഠിപ്പിച്ചതിനെതിരെ, മുൻഗാമികളായ മുസ്ലിമീങ്ങൾ പഠിപ്പിച്ചതിനെതിരെ സംസാരിക്കുന്ന സദസ്സുകളിൽ പോയിരുന്നിട്ട് പഠിക്കാമെന്ന് ധരിക്കാൻ പാടില്ല. കാരണം അതുകൊണ്ടുണ്ടാകുന്നത് മനുഷ്യന്റെ ഈമാനിന് കേടുവരലാണ്, അത് ആത്മീയമായ ആരോഗ്യം നശിച്ചു പോകലാണ്. അതുകൊണ്ടത് പാടില്ല എന്നാണ്.
നാം ഒരു കാര്യം ഓർക്കണം, ഒരിക്കലും തന്നെ അഹങ്കാരത്തിന് നമുക്കൊരു വകുപ്പും അല്ലാഹു തആല തന്നിട്ടില്ല. എപ്പോഴും പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർ, എപ്പോഴും മനസ്സിലാക്കണമെന്ന് ആലോചിക്കുന്നവർ, എപ്പോഴും ഞാനൊരു ചെറിയവനാണെന്ന് ചിന്തിക്കുന്നവർ, അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. നേരെ മറിച്ച് ഞാനൊരു വലിയവനാണ്, വിവരമുള്ളവനാണെന്ന് ചിന്തിച്ചാലോ, അതല്ലേ ഇബ്ലീസിന് സംഭവിച്ചത്. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ ഒരു മലക്കിനും ഒരു പ്രയാസവും തോന്നിയില്ലല്ലോ. അതേസമയത്ത് ഇബ്ലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണം എന്താണ്? അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാൻ ആദമിനേക്കാൾ ഖൈറായവനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനാണെയും ബോധ്യപ്പെടുത്തിയിട്ടോ ഇബ്ലീസ് പറയുന്നത് ഞാൻ അവനേക്കാൾ ഖൈറാണ്. നീ അവനെ പഠിച്ചത് കളിമണ്ണുകൊണ്ടാണ്, എന്നെ പഠിച്ചത് തീ കൊണ്ടാണ്. അഹങ്കാരം കാണിച്ച ഇബ്ലീസ് അവനെ അല്ലാഹു തആല ഒരിക്കലും നന്നാകാത്ത വിധം പുറത്താക്കിയില്ലേ? അവിടെ നിങ്ങോട്ട് അഹങ്കാരം ഇബ്ലീസിന്റെ സ്വഭാവമാണെന്ന് ലോകത്തിന് അല്ലാഹു പഠിപ്പിച്ചില്ലേ? നേരെ മറിച്ച് മാസൂമികളായ അമ്പിയാക്കൾ വിനയം കാണിച്ചില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബഹുമാനം അംഗീകരിച്ചു കൊടുത്തില്ലേ? ഓരോരുത്തർക്കുമുള്ള അർഹതപ്പെട്ട ബഹുമാനം അംഗീകരിച്ചു കൊടുക്കണം. അതൊരിക്കലും തന്നെ അതിൽ നമ്മൾ വിട്ടു നിൽക്കരുത്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ സഫിയോന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അതുപോലുള്ള മഹാന്മാർ പലരും ഇരിക്കുന്നുണ്ട്. ആ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കയറി വന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പ്രായം കുറഞ്ഞ ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ പ്രായമുള്ള ആളാണ്. ആ സദസ്സിലേക്ക് അലി റളിയല്ലാഹു അൻഹു കയറി വന്നു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്റെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവാണ്. സയ്യിദാണ്, നബി തങ്ങളുടെ കുടുംബമാണ്. അതിന് വലിയ ബഹുമാനമാണല്ലോ. തങ്ങന്മാർക്ക് വലിയ പവറാണല്ലോ. വയസ്സെത്ര കുറഞ്ഞാലും സയ്യിദന്മാര് തന്നെയല്ലേ? നബി തങ്ങളുടെ കുടുംബം വളരെ ബഹുമാനമുള്ളതല്ലേ? അപ്പോൾ അതിലേക്ക് ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനും വലിയും അതേ ഔലിയാക്കളിൽ ഏറ്റവും വലിയ നേതാവുമായിട്ട് പോലും മഴ കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ദുആ ചെയ്ത് സഹീഹുൽ ബുഖാരിയിലില്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായതുകൊണ്ടല്ലേ? ഇരിക്കട്ടെ സഹോദരന്മാരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. കയറി വന്ന് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? അവർ ആ സദസ്സിലങ്ങ് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുകയാണ്, ഞാൻ എവിടെയാ ഇരിക്കേണ്ടത് എന്ന് നോക്കുകയാണ്. ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി റളിയല്ലാഹു അൻഹു അനുയോജ്യമായ ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം. അനുയോജ്യമായ സ്ഥലം എന്ന് പറഞ്ഞാലോ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വലിയ നേതാവ് പോയിട്ട് സദസ്സിൽ പോയിരുന്നാൽ അത് ആ വിനയമല്ല, താഴ്മയല്ല. പിന്നെയോ താഴ്മ എന്ന് പറയുന്നത് അത് താഴെ ഇരിക്കലും മേലെ ഇരിക്കലുമല്ല. ഒരാൾക്ക് ഇരിക്കേണ്ട സ്ഥാനത്ത് അയാൾ ഇരിക്കുകയും അതേ സമയത്ത് ഞാനിവിടെ ഇരിക്കുന്നതിനാൽ വലിയവനാണെന്നൊരു ചിന്ത കൽബിലില്ലാതിരിക്കുകയും ചെയ്യുക. അതാണ് വാസ്തവത്തിൽ തവാദു എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ പറയാം, ഇവിടെ ഇപ്പൊ ഈ സദസ്സിൽ കുറെ ആലിമീങ്ങൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നു, നേതാക്കൾ ഇരിക്കുന്നു, അതുപോലെ പല സ്റ്റേജിലും ഇരിക്കുന്നു. അവരൊക്കെ താഴെ വന്നിരുന്നാൽ അവരൊന്നും കിബിറില്ലാത്തവരും സ്റ്റേജിൽ ഇരുന്നാൽ കിബിറുള്ളവരുമാണെന്ന് നമ്മൾ ധരിച്ചാലോ നമ്മുടെ ആഹാരം നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും അങ്ങനെ ധരിക്കാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു നോക്കുന്നത് ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് എനിക്കിരിക്കണം, അതിന് അനുയോജ്യമായ സ്ഥലം വേണം. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നോക്കുന്നു. ആരാണ് അലി റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം നൽകുന്നത്? ആരാണ് അലി റളിയല്ലാഹു അൻഹുവിന് അനുയോജ്യമായ സ്ഥാനം നൽകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനെ നോക്കുകയാണ്. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്താണുള്ളത്. ഹാഹുനായ അബുൽ ഹസൻ, ഹാഹുനായ അബുൽ ഹസൻ, ഓ അബുൽ ഹസൻ. അബുൽ ഹസൻ എന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണല്ലോ അലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ചെറുപ്പക്കാരനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഹാഹുനായ അബുൽ ഹസൻ, അബുൽ ഹസൻ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്നോ. സുബ്ഹാനല്ലാഹ്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലിരിക്കുന്ന തൊട്ടടുത്ത് വലതുഭാഗത്തിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറി നിന്ന് കൊടുത്തു. എന്നിട്ട് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയ്ക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹു സ്ഥലം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്വഭാവമാണ്, എന്തൊരു സ്വഭാവമാണ്. ചില ആളുകള് ഒരാൾ കയറി വരുന്നുണ്ട്, സ്ഥലം കൊടുക്കേണ്ടി വരുമെന്ന് കണ്ടാല് നേരത്തെ തന്നെ ഒന്ന് അകറ്റങ്ങ് ഇരുന്നാൾ അയാൾ എവിടെയും പോയി ഇരുന്നോട്ടെ,
എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരില്ലേ ലോകത്ത്? സുബ്ഹാനല്ലാഹ്, നല്ല മനസ്സല്ലേ മനുഷ്യനാവശ്യം, വിശാലമായ മനസ്സല്ലേ നമുക്കാവശ്യം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥലത്ത് അടുത്തങ്ങ് ഇരുത്തുകയാണ്. ഇരുന്ന ഉടനെ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമല്ലേ അനസ് റളിയല്ലാഹു അൻഹു, ഞാനൊന്ന് നോക്കി, മുഖത്തൊന്ന് നോക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തൊന്ന് നോക്കി. ഫറഅയ്തു സുറൂറ ഫീ വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലി അബീ ബക്കർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ യഅരിഫുൽ ഫദ്ല ലി അഹ്ലിൽ ഫദ്ലി ദുൽ ഫദ്ലി, ഇന്നമാ യഅരിഫുൽ ഫദ്ല ലി അഹ്ലിൽ ഫദ്ലി ദുൽ ഫദ്ലി. ഓ ജനങ്ങളെ, അതാ വലിയ ബഹുമാനമുള്ള ആളുകൾക്ക് എന്താണ് ഫദ്ലായി ചെയ്തു കൊടുക്കേണ്ടതെന്ന് അറിയുക. അത് ബഹുമാനമുള്ളവർക്കാണ് കേട്ടോ, ബഹുമാനമുള്ളവർക്കാണ്. ബഹുമാനമുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയാവുന്നത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടടുത്ത് നീങ്ങി ഇരുന്നിട്ട് സീറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞ വാചകമാണ്, അതാ ഇന്നമാ യഅരിഫുൽ ഫദ്ല ലി അഹ്ലിൽ ഫദ്ലി ദുൽ ഫദ്ലി. സഹോദരന്മാരെ, മഹാന്മാര് വിനയം കാണിച്ച് ജീവിച്ചവരാണ്. ആ വിനയം നമ്മുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും പ്രകടിപ്പിക്കേണ്ടവരാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുത്തർരിഫ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അതാ കാണുന്നു, ഒരു ഭരണാധികാരി ഒരു വലിയ അഹങ്കാരിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ എടുത്തു പറഞ്ഞത് കാണാം. മുഹല്ലബ് എന്ന് പറയുന്ന മനുഷ്യൻ പട്ടിന്റെ വസ്ത്രവും ധരിച്ച് ജുബ്ബയും ധരിച്ചിട്ട് അഹങ്കാരിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അതാ അബ്ദുല്ലാഹി ഇബ്നു സഖീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, നീ വലിയ ഭരണാധികാരിയോ പണക്കാരനോ ധനികനോ ആരാകട്ടെ, നീ അള്ളാന്റെ അടിമയാണ്. യാ അബ്ദുല്ലാഹ്, അള്ളാന്റെ അടിമയെ, ഹാദിഹി മശിയത്തുൻ റളിയല്ലാഹു തആല വറസൂലുഹു, ഈ പട്ടിന്റെ തുണി കൊടുത്തിട്ടുള്ള നിന്റെ ഈ ഹുങ്കിന്റെ നടത്തമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പക്കാരെ, വസിയത്തായി ഞാൻ പറയട്ടെ, നിര്യാണിയുടെ ചോട തുണി കൊടുക്കുന്ന ഏർപ്പാട് അതൊന്ന് നിർത്തണം കേട്ടോ. അത് കിബറന്നാര ലക്ഷണമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അസ്മല മിനൽ നിസാരി ഫിന്നാർ, അതാ നിര്യാണിയുടെ ചോട തുണി താറ്റി കൊടുത്തവൾ, ആ തുണി കൊടുത്തവൾ നരകത്തിലാണെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിര്യാണിയുടെ ചോടയുള്ള തുണി നരകത്തിലാണ്. അഥവാ അത് ഉടുത്തിട്ട് നിര്യാണിന്റെ ചോട വലിയ തുണിയും ഉടുത്തിട്ട് താഴ്ച ഉടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ അവൻ നരകത്തിൽ പോകാനുള്ള അഹങ്കാരത്തിന്റെ അടയാളമാണ് കാണുന്നതെന്നാണ് അപ്പറഞ്ഞതിനർത്ഥം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തുണി അറിയാതെ താഴ്ന്നു പോയതിനെ സംബന്ധിച്ചല്ല. ഞാൻ പറയട്ടെ, ഉടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തുണി അല്പം കയറ്റി ഉടുത്തുകൂടാ ചെറുപ്പക്കാരാ? നെരിയാടിന്റെ തോടെ തുണി ഉടുക്കുന്ന ഏർപ്പാട് നിർത്തണം. ഇതുപോലെ ഞാൻ പറയട്ടെ, നമ്മൾ ഏത് തുണി ഉടുക്കുകയാണെങ്കിലും അത് ശരീരം മറക്കാൻ വേണ്ടിയായിരിക്കണം, ശരീരം കാണാൻ വേണ്ടിയാകരുത്. ശരീരം മറക്കാൻ വേണ്ടിയാകണം. മറ്റൊന്ന് പറയട്ടെ, ഇപ്പോഴുണ്ടല്ലോ ഒരു തുന്നാൻ തുണിമതിയാകാതെ തുന്നിച്ചൊരു കുപ്പായം ഇടുന്ന ചെറുപ്പക്കാര്. എന്തേ ഞാൻ ചൊല്ലി ഇത്ര ഞെരിക്കം പിടിച്ചു പോയതെപ്പോഴാണ്? അല്ലാഹു തആല ധാരാളം തന്നപ്പോ കുപ്പായം ചെറുതാക്കിയതിന്റെ പേരിലാണ്. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റുക്കൂ ചെയ്യുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇപ്പം ബനിയനിടുന്ന കുട്ടികളും കുറവാണ്. വെറും ആ ഒരു കുപ്പായം മാത്രമേ കാണുന്നുള്ളൂ. പേന്റ് ധരിച്ചാലും അല്ല നിങ്ങൾ മുണ്ടുടുത്താലും നിങ്ങളെ മധ്യത്തിൽ ഒരു വലിയ ദ്വാരം കാണാൻ സാധിക്കുന്നു. റുക്കൂ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും അതാണെങ്കിലോ അടച്ചു വെക്കുന്നുമില്ല. അപ്പോൾ നിങ്ങളെ നിസ്കാരം ബാത്തിലാകാൻ ആ കുഴിയിലൂടെയുള്ള കാഴ്ച, ആ കുഴിയിലൂടെയുള്ള കാഴ്ച കൊണ്ട്, കുഴി കാണുന്നത് കൊണ്ട് നിങ്ങളെ നിസ്കാരം ബാത്തിലാകാനും അത് കാരണമാകുന്നുണ്ടല്ലോ ചെറുപ്പക്കാരെ. അതുകൊണ്ട് ചെറിയ കുപ്പായമിടുന്ന ഏർപ്പാട് നിർത്തിയിട്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കുഴി കാണാത്ത വിധത്തിൽ ഒരൽപ്പം വലിപ്പമുള്ള കുപ്പായം ഇട്ടോളൂ. അത്ര ചെറുതാക്കേണ്ട ഞെരുക്കമല്ല തന്നിട്ടില്ലല്ലോ. നമ്മുടെ സിനിമാ നടന്മാരെ പിന്തുടരുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും മുൻഗാമികളെയും നമ്മുടെ വസ്ത്രധാരണത്തിൽ നമുക്കൊന്ന് പിന്തുടർന്ന് ജീവിച്ചുകൂടെ? അഹങ്കാരികളെയാണോ നമ്മൾ പിന്തുടരേണ്ടത്? അല്ല വിനയമുള്ളവരെയാണോ
ഇതാണോ നമ്മൾ പിന്തുടരേണ്ടത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ നല്ല പട്ടിന്റെ ജുബ്ബയും ധരിച്ച അഹങ്കാരത്തിൽ നടന്നു പോകുമ്പോ ഇത് അല്ലാഹനെ കോപിപ്പിക്കുന്ന നടത്തമാണോ എന്ന് മഹാനായ മുത്തർറിഫ് അബ്ദുല്ലാഹിബ്നു ശഖീർ റളിയല്ലാഹു അൻഹു ആ പോക്കിരിയായി നടക്കുന്നവനോടങ്ങ് പറഞ്ഞു. ഉടനെ അയാളെ ചോദ്യം, അമാ താരിഫിനി, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? അഹങ്കാരത്തിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ പട്ടിന്റെ തുണി കൊടുത്തു പോകുമ്പോ നീ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? നിനക്ക് എന്നെ അറിയില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അരിഫീങ്ങൾക്കുണ്ടോ ഇവിടെ ആരെങ്കിലും ഭയം? അല്ലാഹുവിനെ ഭയപ്പെട്ടവൻ പിന്നെ മറ്റൊരാളെ ഭയപ്പെടേണ്ടതുണ്ടോ? ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ബൽ അഇഫുക, എനിക്ക് നിന്നെ അറിയപ്പെടോ. അവലക നുസുഫത്തുൻ മനുറ, നീയൊരു അതേ നാറുന്ന ഒരു ശുക്രമായിരുന്നില്ലേ? നീയൊരു നാറുന്ന ബീജമായിരുന്നില്ലേ? വാഹുറുക ജീഫത്തുൻ ഖദിറ, എടോ നീ അവസാനം അതാ നാറിയിട്ടെടുക്കാൻ പറ്റാത്ത ശവമല്ലേ? വഅന്ത ബൈന ദാലിക തഹ്മിലുൽ അദറ, അത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള നിന്റെ ജീവിതം നീ കാട്ടം ചുമക്കുന്ന കൊട്ടയല്ലേ? പൊട്ടാതി മുൻതുള്ളി പിഞ്ചോര കട്ട, നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട, ചത്തേചകമ്മല്ല പൊട്ട, പറഞ്ഞുടൽക്ക് ബഹുമാനം പൊട്ട. മഹാനായ സുജായി മുഹമ്മദ് മുസ്ലിയാർ ചോദിച്ചത് അതാണ്. ഈ ആലുമദീനിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുല്ലാഹിബ്നു ശഖീർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, എടോ നീ ഞാനാരാണ് എന്നല്ലേ നിന്റെ ചോദ്യം? ഞാൻ ആരാണെന്നറിയില്ലേ എന്നല്ല നിന്റെ ചോദ്യം? മോനെ, നീ അതാ ഒരു കാലത്ത് നാറുന്ന ഒരു തുള്ളിയായിരുന്നില്ലേ? പിന്നെ നീ ചോരക്കട്ടയായിരുന്നില്ലേ? പിന്നെ നീ മാംസക്കട്ടയായിരുന്നില്ലേ? പിന്നെ നീ ആ വയറ്റിൽ വൃത്തിയില്ലാത്ത സ്ഥലത്ത് കിടന്നവനല്ലേ? പിന്നെ നീ വൃത്തിയില്ലാത്ത സ്ഥലത്തുകൂടെ പുറത്തു വന്നവനല്ലേ? പിന്നെ നീ അവിടെ കിടന്ന് വളർന്നവനല്ലേ? ഇപ്പൊ നീ ഞാൻ വലിയവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ പൊട്ടാതി മുന്തുള്ളി പിഞ്ചൂര കട്ട, നീ കാട്ടം ചുമന്നൂരു കൊട്ട, നിന്റെ വയറ്റിന് വലിയ കാട്ടവും ചുമന്നിട്ട് നീ ഇങ്ങനെ പോവുകയല്ലേ? ഞാൻ തരക്കേടില്ലാതെ വിചാരിക്കുമ്പോഴും എത്ര ഗ്രാമുണ്ടോ നിന്റെ വയറ്റിലെ നജസ്? ആ നജസ് ലിമിറ്റില്ലാതെ പോയാൽ ബോധം കെട്ടി വീഴുന്നവരല്ലേ നീ? താലോ ചത്തേതകം അല്ല പൊട്ട, മരിച്ചങ്ങ് തീർന്നാലോ പിന്നെ നിന്റെ മുഖത്ത് വന്ന് ഈച്ച വീഴുമ്പോൾ തെളിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഉറുമ്പ് വന്നരിക്കുമ്പോൾ നിന്നെ കൊണ്ട് തടുക്കാൻ കഴിയുമോ? സ്വന്തത്തിൽ നിനക്ക് നിന്റെ ശരീരം ാക്കാൻ കഴിയുമോ? നിനക്ക് സ്വന്തത്തിൽ നടന്നൊന്ന് മൈതാനിയിലേക്ക് പോകാൻ കഴിയുമോ? നീ എപ്പോഴും വാഹനത്തിൽ പോകുന്ന നീ മയ്യത്തുകെട്ടിലാകുന്ന വാഹനത്തിൽ സ്വന്തമൊന്ന് കയറാൻ കഴിയുമോ? നിനക്ക് ഒന്ന് സ്വന്തമൊന്ന് ഓടിക്കാൻ കഴിയുമോ? നീ പോയിട്ടങ്ങ് കൊണ്ടുപോയി വെച്ചാലോ പിന്നെ പറഞ്ഞുടൽക്ക് ബഹുമാനം പൊട്ടാ. നീ അവിടെ കൊണ്ടുപോയി വെച്ച സ്ഥലത്ത് വെച്ച് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ വിട്ട് മാറിയില്ലേ? അതേ നിന്റെ കണ്ണടിഞ്ഞു പോയില്ലേ? നിന്റെ ശരീരത്തിലെ രോമം വേറെയായില്ലേ? മാംസം വേറെയായില്ലേ? ആ കബറിൽ നിന്നൊരു ചെറിയ ദ്വാരം നിന്റെ ഭാര്യയുടെ മൂക്കിലേക്ക്, നിന്റെ മക്കളെ മൂക്കിലേക്ക്, നിന്റെ സഹോദരന്മാരുടെ മൂക്കിലേക്ക്, നിന്റെ സ്നേഹിതന്മാരുടെ മൂക്കിലേക്ക്, നിന്റെ നേതാക്കളുടെയും അനുയായികളുടെയും സമീപത്തേക്ക് നിന്റെ കബറിന്നൊരു ദ്വാരം വെച്ച് ആ ദുർഗന്ധമൊന്ന് വമിച്ചാൽ അവരതാ അവിടെ തന്നെ വീണുപോയില്ലേ? മോനെ, മരിച്ചിട്ട് പിന്നെയും ഒരു ദിവസം കാത്തു നിൽക്കേണ്ടി വരുമ്പോ അത് കേടുവരാതെ സൂക്ഷിക്കാൻ എന്തുണ്ട് കഴിയുമെന്ന് ചിന്തിക്കുന്നത് നീ കാണുന്നില്ലേ? ഈ ശരീരത്തിന്റെ ഉടമയ്ക്ക് അഹങ്കാരത്തിനെന്ന അവകാശമാണ്. ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കാൻ എന്റെ അവകാശമാണ്. അവിടെയല്ലേ റബ്ബിന്റെ സാലിഹീങ്ങളെ ചിന്ത, സാലിഹീങ്ങളെ സ്വഭാവം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ
സലാമാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അതേ യംസൂന അലൽ അർളി ഹൗനാ, അവർ വളരെ വിനയത്തോടെ ഭൂമിയിൽ ജീവിച്ചു പോകുന്നു. ആരെയും ശല്യപ്പെടുത്താറില്ല, ആരെയും കുറ്റം പറയാറില്ല, ആരെയും തെറി പറയാറില്ല, ആരെയും നിസ്സാരപ്പെടുത്താറില്ല. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, അവരോട് വിവരക്കേട് വല്ലവരും പറഞ്ഞാൽ അവിടെ അതാ സമാധാനം പറയുന്നു. അഥവാ അവരതിന് പകരം പറയാനോ ചീത്ത പറയാനോ തെറി പറയാനോ പകരം ചെയ്യാനോ ഇല്ല. സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് അവരതാ സ്ഥലം വിടുന്നു. അതല്ലേ ആരിഫീകളുടെ സ്വഭാവം, അതല്ലേ ഔലിയാക്കളുടെ സ്വഭാവം. ഇത് തന്നെയല്ലേ സഹോദരന്മാരെ മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വിനയത്തോടെ ജീവിച്ചു. അങ്ങനെ വിനയത്തോടെ താഴ്മയോടെ ജീവിക്കുമ്പോ അങ്ങനെ ജീവിക്കുന്നവരെയും വിടാൻ ഈ ലോകത്ത് ചിലർ സന്നദ്ധരാവൂലല്ലോ. അങ്ങനെ ജീവിക്കുന്ന മഹാനവറുകൾക്ക് വളരെ മോശമാക്കി മഹാനവറുകളെ ആക്ഷേപിച്ചുകൊണ്ടൊരു കത്തങ്ങ് എഴുതി ഒരാള്. അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം എന്നാണ്. വിശകൽ കേട്ടേ ഹാത്തൊന്ന് ഇബ്രാഹിമെന്നവർ എഴുതി കൊടുത്താരേ ഉത്തീരം ചൊന്നവർ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വളരെ മോശമായി ചിത്രീകരിക്കുന്ന നിലക്ക് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു കത്ത് എഴുതിയിട്ട് ഇബ്രാഹിം എന്ന് പേരുള്ളൊരു പണ്ഡിതരങ്ങ് കത്തയച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ആരിഫീകൾ കൊണ്ടുപോകുന്നൊരു വിഷയം, ഔലിയാക്കൾ കൊണ്ടുപോകുന്നൊരു വിഷയം, അതിന് പകരമെഴുതണമെന്ന ചിന്തയും അവർക്കില്ലല്ലോ. അപ്പോൾ മറൂഹത്ത് നോക്കി വസന്തുക്കി അറിഞ്ഞില്ല ഞാനീവർ പൊരീസായെന്നോവർ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു കത്തിങ്ങനെ വായിച്ചപ്പോ സന്തോഷിച്ചു. എന്താ സന്തോഷം? എനിക്ക് കുറെ കുറ്റവും കുറവുമുള്ളതൊക്കെ ഇയാൾ എനിക്ക് എഴുതി അറിയിച്ചു തന്നല്ലോ, അൽഹംദുലില്ലാഹ്. എനിക്കത് തിരുത്താമല്ലോ, എനിക്ക് ആ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്താമല്ലോ. അദ്ദേഹം അതൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് വളരെ നന്നായല്ലോ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു സന്തോഷിച്ചു. കുറ്റം പറഞ്ഞ് എഴുതിയ കത്ത് കണ്ടിട്ട് മഹാനവർക്ക് ചുണ്ടി പിടിച്ചില്ല, ബഹുമാനപ്പെട്ടവർക്ക് മനസ്സ് പ്രകോപിപ്പിച്ചില്ല. ബഹുമാനപ്പെട്ടവരതാ മറുപടി കത്തേക്കുന്ന പോലെ, നിങ്ങൾ എഴുതിയതെല്ലാം ഞാൻ കണ്ടു, ഞാനൊന്ന് നന്നാകാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. ആരാ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സ്വന്തം കുപ്പായം, ജുബ്ബക്കുപ്പായം അഴിച്ചുവെച്ച സ്ഥലത്ത് ആ ജുബ്ബക്കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ കുപ്പായമെടുത്ത് ധരിക്കണം, പക്ഷെ ആ പൂച്ചയുടെ ഉറക്ക് തെളിയിക്കരുതെന്ന് മഹാനവരുകൾ ചിന്തിക്കുന്നു. മനുഷ്യന്മാർക്ക് ശല്യം ചെയ്യരുതെന്ന് മാത്രമല്ല, ലോകത്തൊരു ജീവിക്കും എന്റെ ജീവിതം കൊണ്ട് ശല്യം ഉണ്ടാകരുതെന്ന് ചിന്തിച്ച അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കുപ്പായം ധരിക്കാതെ നിർവാഹമില്ല, പൂച്ചയുടെ ഉറക്ക് തെളിയിക്കാൻ ഒപ്പിക്കുകയും വേണം. ബഹുമാനപ്പെട്ടവര് ആ ജുബ്ബക്കുപ്പായത്തിന്റെ കൈ അവിടെ അതാ ബ്ലേഡ് വെക്കുന്നു, അത് മുറിച്ചം കിട്ടു. പൂച്ചയുടെ ഉറക്ക് തെളിയണ്ട, കുറച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങ് തുന്നിച്ചേർത്താൽ മതിയല്ലോ. ഈ നിലക്കുള്ള നല്ല സ്വഭാവവും വിനയവും കാണിച്ച അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്ത് കിട്ടിയപ്പോ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, മോനെ ഞാനൊന്ന് നന്നാകാൻ നിങ്ങൾ ദുആ നടത്തണേ. സുബ്ഹാനല്ലാഹ്, കൽബ് നന്നായവന്റെ കൽബ്, ഹൃദയം നന്നായവന്റെ ഉപദേശത്തിനും ഹൃദയം നന്നായവരുടെ എഴുത്തിനും ഒക്കെ വലിയ ഫലമല്ലേ. നമ്മൾ വേറെ പറഞ്ഞിട്ട് ഫലം കിട്ടാത്തത് എന്നെ പോലുള്ളവരായി പോയതുകൊണ്ടല്ലേ. അല്ലാഹുവേ, പാവപ്പെട്ട എന്നെയും ഞങ്ങളുടെ സദസ്സിലുള്ളവരെയും ലോകത്തുള്ള എല്ലാ ഉമ്മത്തുകളെയും നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം റഹ്മാനേ. ആ കത്ത് തിരിച്ചങ്ങ് കിട്ടിയപ്പോ അപ്പോൾ മറൂഹത്ത് നോക്കി വസന്തുക്ക് അറിഞ്ഞില്ല ഞാനീവർ പൊരീസായെന്നോവർ. ആ ഇബ്രാഹിം എന്ന് പേരുള്ള പണ്ഡിതൻ തിരിച്ച് മറുപടി എഴുതുന്നു. ബഹുമാനപ്പെട്ടവർ അതാ ആ സ്ഥലത്ത് വെച്ച് ഇറങ്ങി ഓടി വരുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് മാപ്പ് പറയുന്നു. നിങ്ങളെപ്പറ്റി ഞാൻ എഴുതിപ്പോയതൊക്കെ ഇവർക്ക് മാപ്പ് ചെയ്യണം, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഓ സഹോദരന്മാരെ,
കൽബ് ശുദ്ധിയായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ, അഹങ്കാരമില്ലാത്ത നിലക്കുള്ള ജീവിതം, താഴ്മയോടുകൂടിയുള്ള പ്രവർത്തനം, അതല്ലേ പടച്ച റബ്ബിന്റെ ഇഷ്ടദാസന്മാരെ ലക്ഷണമായി അല്ലാഹു ജല്ല ജലാലുഹു സൂറത്തുൽ ഫുർഖാനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലും പകർത്താൻ, പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ ഓരോരുത്തരും പരസ്പരം ദുആ ചെയ്യണം. നമ്മളൊക്കെ ഒരുപാട് അപാകതകളും ന്യൂനതകളും ഒരുപാട് ദൗർബല്യങ്ങളും സംഭവിച്ചു പോയ അടിമകളാണ്. ഈ പറഞ്ഞതൊന്നും നിങ്ങളെ ഉപദേശിക്കാനുള്ള യോഗ്യതയും അർഹതയും എനിക്കില്ല. അത് അതാ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ഔലിയാക്കളുടെ നേതാവാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഒരു വാഴ് പറയുന്ന ഒരു ദിവസം അവിടുത്തെ താഴ്മ കൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ മോശക്കാരായ ആളുകൾ ജനങ്ങൾക്ക് നേതാക്കളായും ഉപദേശം നൽകുന്നവരായും വരും. അക്കരത്തൊരു കാലം വരുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊക്കെ നിങ്ങളെ ഉപദേശിക്കേണ്ടി വന്നു എന്ന് താഴ്മ കൊണ്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും താഴ്മയുള്ള മനസ്സുള്ളവരും അല്ലാഹുവിന്റെ അടിമത്തം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന മുഅ്മിനീങ്ങളും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ.